പെൺസുഹൃത്തിൻ്റെ കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്തുക. ആ ദൃശ്യങ്ങൾ വീഡിയോ കോളിലൂടെ സുഹൃത്തുക്കൾക്ക് കാണിച്ചു കൊടുക്കുക. ഉത്തരേന്ത്യയിൽ എവിടെയെങ്കിലും നടന്ന സംഭവമല്ലിത്. നമ്മുടെ കേരളത്തിലാണ്. സ്പോൾ ലൈവ് ആരംഭിക്കുമ്പോൾ ആദ്യം ഈ വാർത്തയിലേക്കാണ്. ആലുവയിലെ ലോഡ്ജിൽ യുവതിയെ കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്തി. കൊല്ലം സ്വദേശിനി അഖിലയാണ് കൊല്ലപ്പെട്ടത്. യുവതിക്ക് ഒപ്പമുണ്ടായിരുന്ന നേര്യമംഗലം സ്വദേശി ബിനുവിനെ കസ്റ്റഡിയിൽ എടുത്തു. പ്രതി സുഹൃത്തുക്കളെ വീഡിയോ കോൾ വിളിച്ച് കാര്യങ്ങൾ വിവരിച്ചതോടെയാണ് കൊലപാതക വിവരം പുറം ലോകം അറിഞ്ഞത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ആണ് ചേരുന്നത്. ആജ്ഞ, എപ്പോഴായിരുന്നു ഈ സംഭവം? എന്തായിരുന്നു ഈ കൊലയ്ക്ക് പിന്നിൽ എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്? വിവാഹാഭ്യർത്ഥന നിരസിച്ചതാണ്, അങ്ങനെ ഒരു സാഹചര്യമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇവർ തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നു. ഈ അഖില എന്ന് പറയുന്ന കുണ്ടറ സ്വദേശിനിയായ യുവതി ഈ വിടവാടക്കുളത്ത് ഒരു ഹോസ്റ്റലിലെ വാർഡനായിരുന്നു. അതിനുശേഷം ഇവരുടെ ലോഡ്ജിൽ മുറിയെടുത്ത് താമസിക്കും. ബിനു എന്ന് പറയുന്നത് ബിനു നേര്യമംഗലം സ്വദേശിയാണ്. ബിനു ഡ്രൈവറാണ്. ഇവർ തമ്മിൽ കുറച്ചു കാലമായി റിലേഷൻഷിപ്പിലാണ്. ഈ അഖില കുറേ കാലമായി ഈ തരത്തിൽ ഈ വിവാഹം കഴിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെ ബിനുവിൻ്റെ വീട്ടുകാരോട് ഒക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. അതേസമയം ഇന്നലെ ഇവർ അർദ്ധരാത്രിയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇന്നലെ ഇവർ ഈ ലോഡ്ജിൽ മുറിയെടുത്തപ്പോൾ ബിനു അമിതമായി മദ്യപിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മദ്യപാനത്തെ തുടർന്നുണ്ടായ പ്രകോപനമാണ്. അതായത് ഈ യുവതി ഇടയ്ക്കിടെ തന്നെ വിവാഹം കഴിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ച് എപ്പോഴും ഇവർ തമ്മിൽ അത് ബഹളമായി, അത് കയ്യാങ്കളിയിൽ വരെ എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയെന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെ എത്തിയ ശേഷം പിന്നീടാണ് ഷോള് മുറുക്കി യുവതിയുടെ കഴുത്തിൽ ഷോള് മുറുക്കി അവരെ കൊലപ്പെടുത്തുന്ന സാഹചര്യത്തിലോട്ട് പോയതും. അതുമാത്രമല്ല, അതിനുശേഷം അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഉത്തരേന്ത്യൻ മോഡൽ പോലെ വേണം, അങ്ങനെ വേണം, അത്രയും ക്രൂരമായി ഞാൻ അവളെ കൊന്നു എന്ന് കൂട്ടുകാരെ വിളിച്ച് വീഡിയോ കോളിൽ വിളിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഇത്തരത്തിൽ വരെ എത്തുന്ന ഒരവസ്ഥയിലേക്കാണ് ഒരു റിലേഷൻഷിപ്പ് പോയത് എന്നുള്ളതാണ് ഖേദകരം. അതുമാത്രമല്ല, ഈ പറയുന്നത് പോലെ നേരത്തെ തന്നെ ഇവർ തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നു. നിരന്തരമായി ഈ യുവതി ഇത്തരത്തിൽ തന്നെ വിവാഹം കഴിക്കണമെന്ന് ബിനുവിനോട് ആവശ്യപ്പെടുകയും ഇവർ തമ്മിൽ ഇത്തരം തർക്കങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ തർക്കത്തിൻ്റെ ഒടുവിലാണ് ഇന്നലെയും ഇതുപോലെ ഇവർ താമസിക്കാൻ ഒന്നിച്ച സ്ഥലത്ത് മുറിയെടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിനുശേഷമുണ്ടായ തർക്കമാണ്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ വിവാഹം കഴിക്കണം, വിവാഹ ആവശ്യം ഉന്നയിച്ച് യുവതി ഇത്തരത്തിൽ ഇവർ തമ്മിൽ ഒരു വലിയ തർക്കത്തിലേക്ക് പോവുകയും ആ തർക്കത്തിനൊടുവിലാണ് യുവതിയെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് പോലീസ്. ഇനി മറ്റ് നടപടികളുണ്ട്. അതായത് മൃതദേഹം ഇതുവരെയും ലോഡ്ജിൽ നിന്ന് ഇറക്കിയിട്ട് അത് മോർച്ചറിയിലേക്ക് കൊണ്ടുപോവുകയും പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുകയും ചെയ്യണം. ഉച്ചയ്ക്ക് ശേഷമാണ് യുവതിയുടെ ബന്ധുക്കൾ കുണ്ടറയിൽ നിന്നും എത്തുക എന്നാണ്. അവർക്ക് മൃതദേഹം ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുൻപേ ഇത്രയും പ്രൊസീജിയർ, അതായത് പോസ്റ്റ്മോർട്ടം നടത്തി അതിൻ്റെ മറ്റ് പ്രൊസീജിയർ കൂടി തീർക്കേണ്ടതുണ്ട് പോലീസിന്. അഭിലാഷ്, എന്തായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കുകയാണല്ലോ. ഇതിലിപ്പോൾ ഈ മനസ്സിലാക്കുന്നിടത്തോളം ആജ്ഞ സൂചിപ്പിച്ചതുപോലെ ഇവർ തമ്മിൽ നേരത്തെ തന്നെ പരിചയമുണ്ട്, ഒരു വർഷത്തോളമായി പരിചയമുണ്ട് എന്നതാണ്. ഈ ലോഡ്ജ് മുറിയെടുത്തത് തന്നെ ഈ അഖിലയാണ്, കൊല്ലപ്പെട്ട സ്ത്രീയാണ് എന്നുള്ള വിവരം അടക്കമാണ് പുറത്തു വരുന്നത്. എന്തായിരുന്നു ഈ വിവാഹം നിരസിക്കാനുണ്ടാകുന്ന പശ്ചാത്തലം? അത്തരം കാര്യങ്ങളിൽ വ്യക്തതയുണ്ടോ? കാരണം പരസ്പരം അറിയാവുന്നവരാണ്, പരിചയക്കാരാണ്, അവർ സ്നേഹത്തിലുമായിരുന്നു എന്ന് പറയുമ്പോൾ എന്തിനാണ് ബിനു ഇത്തരത്തിൽ നിഷേധിച്ചത്? എന്താണ് ബിനുവിൻ്റെ ഒരു പശ്ചാത്തലം എന്നതിൽ വ്യക്തത കൈവന്നിട്ടുണ്ടോ ആജ്ഞ? അഭിലാഷ്, ഇവർ തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നു. നേരത്തെയും ഇങ്ങനെ ഇവർ തമ്മിലുള്ള, അതായത് ഈ വിവാഹം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് ബിനു ഈ അഖില നിരന്തരം വിവാഹം കഴിക്കണമെന്നും ആവശ്യപ്പെടുകയും ബിനു അതിൽ നിന്നും മാറുന്ന അല്ലെങ്കിൽ അത് അംഗീകരിക്കാത്ത മട്ടിലുള്ള രീതികളൊക്കെ ബിനുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. മുൻപും ഇത്തരം തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ ബിനുവിൻ്റെ വീട്ടുകാരെയൊക്കെ അഖില
ഇവർ തമ്മിൽ റിലേഷൻഷിപ്പിലാണ് എന്നുള്ള വിവരം അറിയിച്ചത്. തങ്ങളുടെ വിവാഹം നടത്തിത്തരണം, അത് ബിനുവിനെ നേരത്തെ തന്നെ പ്രകോപിച്ചിരുന്നുവെന്നും പോലീസ് പറയുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം കൂടി അങ്ങനെ ഒരു പശ്ചാത്തലം കൂടി ഉണ്ട്. അതായത് പ്രത്യേകിച്ച് മദ്യലഹരിയിൽ എന്ന് പറയുമ്പോൾ തന്നെ അയാൾ പൂർണ്ണമായും ശരിക്കും മദ്യലഹരിയിൽ, അതായത് അമിതമായി മദ്യപിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്. എന്നിരുന്നാൽ പോലും മദ്യലഹരിയിൽ ഉണ്ടായിരുന്ന പെട്ടെന്നുണ്ടായ ഒരു ഇൻറ്റൻഷനിൽ കൊലപ്പെടുത്തിയതല്ല എന്ന് വേണം. അതായത് കൊലപ്പെടുത്താനുള്ളൊരു ഇൻറ്റൻഷൻ നേരത്തെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അതിൽ വ്യക്തതയില്ല. പക്ഷേ അഖിലെ ഒഴിവാക്കണം എന്നൊരു ഇൻറ്റൻഷൻ നേരത്തെ മുതലേ ബിനുവിനുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ അതായത് അത്തരത്തിൽ ഈ പല തവണയായി ഈ വിവാഹ അഭ്യർത്ഥന നിരസിക്കുന്ന ഒരു സാഹചര്യം, വിവാഹം കഴിക്കണമെന്ന് അഖില വാശി പിടിക്കുമ്പോൾ അത് നിരസിക്കുന്ന ഒരു സാഹചര്യം മുൻപും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് സുഹൃത്തുക്കൾ പോലീസിനോട് പറയുന്നത്. ആ അവസ്ഥ തന്നെ, അതായത് ഇവർ ഒന്നിച്ച് ഇന്നലെ റൂം എടുത്തപ്പോഴും ഒന്നിച്ച് അവിടെ വെച്ചിട്ട് ഈ തർക്കത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ബിനു മദ്യലഹരിയിലായിരുന്നു എന്ന് പറയുന്നത് ന്യായീകരണമായിട്ട് കണക്കാക്കാനാകില്ല. കാരണം നേരത്തെയും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതായത് സ്വബോധത്തോടെയും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണല്ലോ ഞാൻ സൂചിപ്പിക്കുന്ന പോലെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അഖില ബിനുവിൻ്റെ വീടിന് പരിസരത്തെത്തിയൊക്കെ ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു, അങ്ങനെ തന്നെ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന മട്ടിലൊക്കെയുള്ള ചില പ്രതികരണങ്ങൾ ബിനുവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ്. പിന്നെ എന്തിനാണ് ഈ ബന്ധം തുടർന്നത് എന്ന സ്വാഭാവികമായ സംശയം ഉണ്ടാകുന്നുമുണ്ട്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു വ്യക്തത ഇപ്പോഴും കൈവന്നിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് ആജ്ഞ? അങ്ങനെ വേണം അഭിലാഷ് മനസ്സിലാക്കാൻ. കാരണം ബിനുവിനെ ഇനിയും കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടന്നിട്ടില്ല. അത്തരം കാര്യങ്ങളൊക്കെ ഇനി നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. മൃതദേഹത്തിന് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. ഫോറൻസിക് സംഘം ഒക്കെ സ്ഥലത്തെത്തി പരിശോധനകളൊക്കെ നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. അതേസമയം അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ തന്നെ അപമാനിച്ചു, അല്ലെങ്കിൽ വീട്ടുകാരെ അറിയിച്ചു, വീടിൻ്റെ പരിസരത്തൊക്കെ വന്ന് ഇത്തരം കാര്യങ്ങൾ അഖില പറഞ്ഞു എന്നുള്ള ഒരു പക ബിനുവിന് ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അതിൽ നിന്നാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം കൊലപ്പെടുത്തിയ ശേഷം ബിനുവിൻ്റെ തന്നെ സുഹൃത്തുക്കളെ വിളിച്ച് ഞാൻ അവളെ കൊലപ്പെടുത്തിയത് വീഡിയോ കോൾ കാണിക്കുകയും ചെയ്തു. അതായത് കൊല ചെയ്തതിൽ ഇയാൾക്ക് കുറ്റബോധം ഉണ്ടാവുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമാണ്. അതിനുശേഷം സുഹൃത്തുക്കളാണ് പോലീസുകാരെ വിവരം അറിയിക്കുകയും പോലീസ് എത്തി പരിശോധന നടത്തിയിരുന്നില്ല. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും കൊലപ്പെടുത്തണമെന്നൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ലെങ്കിലും അഖിലെ വിവാഹം കഴിക്കണമെന്നൊരു ഉദ്ദേശം ബിനുവിന് ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അങ്ങനെയാണ്. കാരണം നമുക്ക് നേരത്തെയും ഉണ്ടായിട്ടുള്ള തർക്കങ്ങൾ, അതുപോലെ അഖില ഇത് തന്നെ കല്യാണം കഴിച്ചേ മതിയാവുമെന്നൊരു സാഹചര്യം ഉണ്ടാക്കാൻ ബിനുവിൻ്റെ വീട്ടുകാരെയും അതുപോലെ ബിനുവിൻ്റെ വീടിൻ്റെ പരിസരത്തുമൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞ് നടക്കുന്നു. ഇതൊക്കെ ബിനുവിനെ പ്രകോപിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പോലീസ് പറയുന്ന പോലെ തന്നെ മദ്യപിച്ചു എന്നുള്ളത് ബിനുവിനെ അത് കൊലപ്പെടുത്താനുള്ള അങ്ങനെ സംഭവിച്ചു പോയതാണ് എന്ന് ന്യായീകരിക്കാനാകില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. കാരണം മദ്യപിച്ച ശേഷവും ഇപ്പോഴും അതിൽ പിന്നീട് പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴും അയാൾ കുറ്റബോധം ഒട്ടും കാണിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അതായത് ഈ അഖിലയെ കൊലപ്പെടുത്തിയത് കൊണ്ട് അയാൾക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് മാനസിക ബുദ്ധിമുട്ടോ അതല്ലെങ്കിൽ അബദ്ധത്തിൽ സംഭവിച്ചു പോയതാണെന്നോ അത്തരത്തിലുള്ള ഒരു പെരുമാറ്റവും ബിനുവിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. അത് മാത്രമല്ല, നേരത്തെ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായെന്നുള്ളൂ. അതിൽ നിന്നുണ്ടായൊരു അവർ പക്ഷേ അത് നടപ്പിലാക്കാനുള്ളൊരു സ്പേസ് കിട്ടിയത് ഇന്നലെ ആയിരിക്കാം. ഇവരെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളൊരു തോന്നൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഉദ്ദേശം നേരത്തെ തന്നെ ബിനുവിന് ഉണ്ടായിരിക്കാം. ഇത്തരം കാര്യങ്ങളൊക്കെ ഇനി ബിനുവിനെ ചോദ്യം ചെയ്ത ശേഷം വേണം മനസ്സിലാക്കാൻ. അതേസമയം ഈ മറ്റു നടപടിക്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇനി ഈ അഖിലയുടെ വീട്ടുകാർ ഇവിടെ എത്തി മൃതദേഹം ഏറ്റുവാങ്ങണം. അത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും മൃതദേഹം വീട്ടുകാർക്ക് വിട്ടുകൊടുക്കുക. ആലുവയിലെ ലോഡ്ജിലാണ് യുവതി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. യുവതിയുടെ ആൺ സുഹൃത്ത്, അവർ തമ്മിൽ പ്രണയമായിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായ കണ്ടെത്തൽ. കൊല്ലപ്പെട്ട അഖിലയ്ക്ക് 38 വയസ്സാണുള്ളത്. ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ബിനുവിന് 35 വയസ്സ്. ഇവർ തമ്മിൽ 1 വർഷത്തിലേറെയായി പ്രണയത്തിൽ ആണ് എന്നാണ് പോലീസിന് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ. അഖില നേരത്തെ വാഴക്കുളത്തെ ഹോസ്റ്റലിൽ വാർഡനായി ജോലി ചെയ്തിരുന്നു. ഈ സമയത്ത് ബിനു മൊബൈൽ ടവർ മെയിൻ്റനൻസ് കമ്പനിയിലെ ഡ്രൈവർ ആയിരുന്നു. അങ്ങനെയാണ് ഇരുവരും തമ്മിൽ അടുപ്പത്തിലായത് എന്നാണ് വിവരം. ഇവർ ഇതിനു മുമ്പും ഇത്തരത്തിൽ ലോഡ്ജിൽ മുറിയെടുത്തിട്ടുണ്ട് എന്നും ദിവസങ്ങളോളം അവിടെ താമസിക്കാറുണ്ടായിരുന്നു എന്നുമുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മുറിയെടുത്തതും ഈ മുറിയുടെ പണം അടച്ചതുമെല്ലാം അഖില തന്നെയാണ് എന്നാണ് ഇപ്പോൾ ലോഡ്ജിലെ ജീവനക്കാരൻ പോലീസിന്
നൽകിയിട്ടുള്ള വിവരം. രാത്രി 8:30യോടുകൂടിയാണ് ഇരുവരും ലോഡ്ജിൽ എത്തിയത്. പിന്നീട് ബിനു മദ്യപിച്ചുവെന്നും ഈ മദ്യപാനത്തിനിടയിലാണ് ഈ തർക്കത്തിലേക്ക് കടന്നത് എന്നുമാണ്. നേരത്തെയും അഖില ബിനുവിനോട് വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതായാണ് വിവരം. അപ്പോൾ കരുതിക്കൂട്ടിയുള്ള ഒരു കൊലപാതകമാണോ എന്നത് സംബന്ധിച്ച് വളരെ കൃത്യമായ വിവരങ്ങൾ ഇനിയും പോലീസിന് ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ ആ മദ്യപാനത്തെ തുടർന്നുണ്ടായ ഒരു കൊല എന്ന മട്ടിലല്ല ഇപ്പോൾ പ്രാഥമികമായ വിവരങ്ങൾ പുറത്തു വരുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് ആജ്ഞ രവീന്ദ്രൻ നൽകിയത്. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകുമ്പോൾ പത്തനംതിട്ടയിൽ സ്വകാര്യ ബാങ്കിന്റെ ഭീഷണിയിൽ മനം തൊന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച കുടുംബത്തിലെ വീട്ടമ്മ മരിച്ചു. കൊടുമൺ സ്വദേശി ലീലാമ നീലാംബരൻ ആണ് മരിച്ചത്. ഭർത്താവും മകനും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ഇസാഫ് ബാങ്കിൽ നിന്ന് 70,000 രൂപയാണ് ഇവർ വായ്പ എടുത്തിരുന്നത് എന്നാണ് വിവരം. ഒരാഴ്ച മുമ്പ് സ്ഥാപനത്തിലെ ജീവനക്കാർ ഇവരെ ഭീഷണിപ്പെടുത്തിയതായാണ് ബന്ധുക്കൾ പറയുന്നത്. എന്നിട്ടൊന്നും അവർക്ക് ഒരു തീരുമാനമില്ല. ഒരു പൈസ മേടിക്കാതെ പോകത്തില്ലെന്ന് പറഞ്ഞു. എന്റെ കൂടെ പിറപ്പല്ലേ ഞങ്ങൾക്ക് ആരുമില്ല. ഇസാബിന്റെ ചിട്ടിക്കാര് വന്ന് അവിടെ പ്രശ്നമായ പിള്ളേരെ കൂട്ടിയതാ. 9 മണിക്ക് അവര് വന്നതാ. വന്നിട്ട് ഒരു 12:30 12 പറഞ്ഞ് പോയിട്ട് വീണ്ടും ഊണ് കഴിഞ്ഞ് 1 മണിയായപ്പോ വന്ന് 6 മണി വരെ അവരവിടെ ഉണ്ടായിരുന്നു. അയൽക്കാർക്കെല്ലാം അറിയാവുന്നതാ. ഞങ്ങളെ വിളിക്കുമായിരുന്നു വീട്ടിലോട്ട്. ഇവിടെ ആദ്യക്കാട്ടുകുളങ്ങരയിലായിരുന്നു ഈ സംഭവം. കൊടുമണ്ണ അവളോട്ട് വിളിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എന്റെ അനിയത്തിയോട് പറഞ്ഞു നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം. അപ്പൊ അവരോട് പറയുന്നുണ്ട് ഇവള്, എന്റെ കുടുംബം നിങ്ങൾ ഇല്ലാതാക്കരുത്, നിങ്ങളുടെ പൈസ ഇത്ര പൈസയേ ഉള്ളൂ, ഞാൻ നിങ്ങളുടെ നാളെ വേണേ വന്ന് ക്ലോസ് ചെയ്തു തരാം, പക്ഷെ ഇപ്പൊ എന്റെ കുഞ്ഞുങ്ങളെ അങ്ങ് വിടും, അവനൊരു വഴിക്ക് പോവുക, അവന് വിസായ്ക്ക് പൈസയും കൊടുത്തിട്ടേക്കുന്നു, അവനൊരു വഴിക്ക് പോവുക, അവനെ വിടെന്ന് പറഞ്ഞു. ഇവരങ്ങോട്ട് മാറി. 6 മണിയായപ്പോ ഇവൻ തള്ളയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി എന്നെ നോക്കണ്ട, ഞങ്ങൾ രണ്ടുപേരെയും നോക്കണ്ട, നിങ്ങൾ ഭാര്യയും ഭർത്താവും ജീവിച്ചോ എന്ന് പറഞ്ഞു. വീട്ടിൽ അവിടുന്ന് ഇന്നലെ ഉച്ചയ്ക്ക് അവള് വീട്ടിൽ വന്നു. 3 മണിക്ക് വന്ന് ഇന്ന് വെളുപ്പിലെ അവള് മരിച്ചു. ആരൊക്കെ ഉണ്ടായിരുന്നു വീട്ടില്? അച്ഛനും മോനും അമ്മയും ഉണ്ടായിരുന്നു. അവര് 3 പേരും കൂടെ ആത്മഹത്യ ചെയ്തത്. അവർ രണ്ടും മരിച്ചില്ല. അവര് രണ്ടും കോട്ടയം മെഡിക്കൽ കോളേജിൽ കിടപ്പുണ്ട്. എത്ര രൂപയാണ് കടമെടുത്തത്? 70,000 രൂപ എന്നും കണ്ട പറഞ്ഞത്. അത് 4ാമത്തെ അടവ് കഴിഞ്ഞ് ഇത് 5ാമത്തെ അടവ്. അങ്ങനെ എടുക്കുന്ന പൈസ ഒരു മാസത്തിൽ തിരിക്കുന്നതാണെങ്കിൽ ആ മാസം 1-ാം തീയതിക്ക് മുമ്പ് അടച്ചാൽ മതി. ഞങ്ങളുടെ ഭാഗത്തൊക്കെ എടുത്തിട്ടുള്ള പെണ്ണുങ്ങൾ പറയുന്ന ഈ സംഭവം അറിഞ്ഞപ്പോൾ 3 ദിവസം കൊണ്ട് ഇവര് പ്രശ്നമാ. അവിടെ എന്താണ് സംഭവിച്ചത്? കണ്ടതെന്തായിരുന്നു? കണ്ടതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3-4 ദിവസം കൊണ്ട് തുടർച്ചയായ ഭീഷണിയാണ് ബ്ലേഡ് മാഫിയയുടെ. ഒരു 7-8 പേര് ബൈക്കിൽ വന്ന് ഇവരുടെ വീടിന് ചുറ്റും വീട് വളഞ്ഞു വെച്ചിട്ട് ഈ 2 സഹോദരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു, ചേട്ടനനിയന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരെ കണ്ടമാനം ഭീഷണിപ്പെടുത്തി. അമ്മയെ നന്നായിട്ട് തെറി വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നിന്റെ അമ്മയ്ക്ക് നാണമില്ലൂടെ പൈസ എടുത്തിട്ട് അടയ്ക്കാത്ത എന്ന് പറഞ്ഞു. 70,000 രൂപയും കണ്ട് എടുത്തിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ നാണക്കേട് സഹിക്കാൻ വയ്യാതിട്ടാണ് അവരിന്നലെ കുടുംബസമേതം ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഞങ്ങൾ രാവിലെ ഈ വിവരം പറഞ്ഞ് അവിടെ എത്തുമ്പം ഒരു മുറിക്കകത്ത് 3 സാരി കെട്ടി തൂക്കിയിട്ടിരിക്കുക. ഇളയ മകൻ അവിടെ ഉണ്ട്. ഞാൻ അവിടെ ചെന്നു ചോദിച്ചപ്പോൾ പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചതാണ്. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞപ്പം ഈ ബാങ്കുകാരുടെ ഭീഷണി സഹിക്കാൻ പറ്റാത്തതാണ് എന്ന് പറഞ്ഞു. ഒരുപക്ഷെ രാത്രി എല്ലാവരും കൂടെ ഗുളിക കഴിച്ചു. മരിക്കാഞ്ഞിട്ടായിരിക്കാം രാവിലെ ഈ അമ്മ ലീല എന്ന് പറയുന്ന ആള് തൂങ്ങി മരിച്ചത്. ഭർത്താവ് നീലാംബരൻ തന്നെയാണ് അയൽവാസിയോട് ഫോണിൽ വിളിച്ച് ആദ്യമേ പറയുന്നത് ലീല മരിച്ചെന്ന്. അയൽവാസികളെല്ലാം എത്തി. അപ്പം എത്തിക്കഴിഞ്ഞ് നോക്കിയപ്പോൾ ശരീരത്തിൽ നല്ല ചൂടുണ്ട്. മരിച്ചതാണെന്ന് ഉറപ്പില്ലായിരുന്നു. നേരെ നാട്ടുകാരെല്ലാം കൂടെ കൂടി പത്തനംതിട്ട ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് ലീലയെ കൊണ്ടുവരികയായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മരണം സ്ഥിരീകരിച്ചത്. ശശിനാരായണൻ ആണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശശിനാരായണൻ, ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരു കുടുംബം ഒന്നടങ്കം ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ളതാണല്ലോ. എന്തായിരുന്നു ഇങ്ങനെ ഒരു ആത്മഹത്യാ ശ്രമത്തിലേക്കും അതോടൊപ്പം ഒരാൾ മരണപ്പെടുന്ന സാഹചര്യത്തിലേക്കുമൊക്കെ നയിച്ച സംഭവം? അഭിലാഷ്, ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ കൂട്ട ആത്മഹത്യ ശ്രമം നടന്നതായി കണ്ടെത്തി. അയൽവാസികളാണ് കണ്ടെത്തുന്നത്. ആ കൂട്ട ആത്മഹത്യ ശ്രമത്തിനിടയിൽ ഭാര്യ കൂടി മരിച്ചിരിക്കുന്നു. ആ വീട്ടിലെ ഗൃഹനാഥ ലീലാമ കൂടി മരിച്ചിരിക്കുന്നു. എന്തായാലും കടബാധയാണ് കാരണം. 3 പേരാണ് ഈ ആത്മഹത്യക്ക് ശ്രമിച്ചത്. കൊടുമൺ സ്വദേശികളായ ലീലാമയും ഒപ്പം മകനും ഭർത്താവ് നീലാംബരനുമാണ് ഈ ആത്മഹത്യ ശ്രമിച്ചത്. എന്തായാലും ആ ആത്മഹത്യ ശ്രമത്തിനിടയിൽ ലീലാമ്മ വീടിനുള്ളിൽ തൂങ്ങി മരിച്ചതായി കിട്ടിയത്. ബാക്കി 2 പേരെയും
ഗുളിക കഴിച്ച് അവശ നിലയിലാണ് കണ്ടെത്തിയത്. തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സാമ്പത്തിക ബാധ്യതയാണ്, അതായത് കടബാധ്യതയാണ് ഈ ആത്മഹത്യ കാരണമെന്നാണ് ബന്ധുക്കളും അവിടെ തന്നെ നാട്ടുകാരും പറയുന്നത്. ഇസാബ് എന്ന് പറയുന്ന സ്വകാര്യ ബാങ്കിൽ നിന്ന് 70,000 രൂപ മൂത്ത മകനെ വിദേശത്ത് അയക്കുന്നതിന് വേണ്ടി ലീലാമ്മ എടുത്തിരുന്നു. ഈ പണം 5 തവണ അടയ്ക്കുകയും ചെയ്തു. പിന്നീട് മുടങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായി. ആ സമയത്ത് അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായ കാരണത്താൽ ഈ കഴിഞ്ഞ 2-3 ദിവസമായി ഈ ഇസാഫ് ബാങ്കിലെ ജീവനക്കാർ ഇവരുടെ വീട്ടിലെത്തുകയും വീടിന് ചുറ്റും ബൈക്കിലെത്തി ഗുണ്ടകളെ പോലെ പെരുമാറുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. ഇന്നലെ മക്കൾ പുറത്ത്, ഈ മൂത്ത മകൻ ദീപുവും ഇളയ മകൻ ദീപനും പുറത്തു വരുന്ന സമയത്താണ് ഇവര് ഈ ബാങ്കിലെ ജീവനക്കാർ അവിടെ വന്ന് ഇവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പണം അടയ്ക്കണം എന്നുള്ള രീതിയിൽ ആക്ഷേപിക്കുന്ന രീതിയിൽ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ഇവരെ ആക്ഷേപിക്കുകയും ചെയ്തു. എന്തായാലും ആ സമയത്താണ് ലീലാമ്മ സ്ഥലത്തില്ലായിരുന്നു. തുടർന്ന് വിളിച്ചു പറഞ്ഞ് പണം അടയ്ക്കാം, ഉടൻ തന്നെ അടയ്ക്കാം, മക്കളെ അവിടെ നിന്ന് ഇത്തരത്തിൽ ആക്ഷേപിക്കുന്നതൊക്കെ പറഞ്ഞിട്ടൊന്നും ഈ ബാങ്കിലെ ജീവനക്കാർ കേട്ടില്ല എന്നാണ് ഈ നാട്ടുകാരും അതുപോലെ തന്നെ കുട്ടികളും വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനെ തുടർന്നാണ് രാത്രിയിൽ തിരിച്ചെത്തിയതിനു ശേഷമാണ് ഇന്ന് രാവിലെ ഇവരെ മരിച്ചതിലേക്കാണ്. ഇന്നലെ രാത്രി തന്നെ 3 പേര് ഒന്നിച്ച് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. ഇന്നലത്തെ ഈ ബാങ്കിലെ ജീവനക്കാർ ഇവിടെ എത്തി ഈ കുട്ടികളുമായുള്ള തർക്കത്തിനിടെ മൂത്ത മോൻ ഇവിടെ നിന്ന് പോവുകയും ചെയ്തു. ഇളയ മകൻ മാത്രമാണ്, അതായത് ജീവൻ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. അങ്ങനെ 3 പേരുടെ ഈ ആക്ഷേപത്തിന്റെ കാരണത്തെ തുടർന്ന് ആത്മഹത്യക്ക് തീരുമാനിക്കുന്നു. 3 പേരും വീട്ടിനുള്ളിൽ തൂങ്ങി മരിക്കുന്നതിന് സാരിയിൽ പ്രത്യേക കുരുക്കൊക്കെ തയ്യാറാക്കി രാത്രി ഗുളിക കഴിച്ചാണ് 3 പേരും കിടന്നത്. നേരം വെളുത്ത് നീലാംബരനും ഒപ്പം മകനും ഒപ്പമാണ് ഭാര്യ മുറിയിൽ തൂങ്ങി നിൽക്കുന്നതായി കണ്ടതായ ഉള്ള വിവരം പോലീസിനോട് പറഞ്ഞു. എന്തായാലും സാമ്പത്തിക ബാധ്യതയും ഇസാഫ് ബാങ്കിന്റെ ഭീഷണിയുമാണ് ഇവരുടെ ആത്മഹത്യ കാരണമെന്നാണ് നീലാംബരൻ അവശ നിലയിലാണെങ്കിൽ പോലും പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇത്തരമൊരു കാര്യം കൂടി വ്യക്തമാക്കിയത്. അതിന് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് നീലാംബരൻ ചികിത്സയിലുള്ള. മകനും അവിടെ തന്നെ, ഇളയ മകൻ ദീപനും അവിടെ തന്നെയാണ് ചികിത്സയുള്ള. മൂത്ത മകൻ ഇന്നലെ ഈ സംഭവത്തിന് ശേഷം ഇവിടുന്ന് സ്ഥലം വിട്ട് ചെന്നൈ പോവുകയുണ്ടായി. എന്തായാലും അവിടെ ഉണ്ടെന്നാണ് അറിയുന്ന വിവരം. വലിയ രീതിയിലുള്ളൊരു ഭീഷണി ഈ കുടുംബത്തിന് ഈ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് നേരിടേണ്ടി വന്നു. അപമാനക്ഷതമുണ്ടായി. അതിൽ നിന്നൊക്കെ അവർ ഈ രക്ഷ നേടുക എന്നുള്ള മാർഗത്തോടു കൂടിയാണ് ഈ ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നുള്ളതാണ് അവിടെ ഇവിടെ ഈ സൂചിപ്പിക്കുന്ന പോലെ ശശിനാരായണൻ, ഇവര് 70,000 രൂപയാണ് ഇപ്പോൾ ഇസാഫിൽ നിന്ന് എടുത്തത് എന്നുള്ളതാണല്ലോ. മാത്രവുമല്ല മൂത്ത മകന് വേണ്ടിയിട്ടാണ് ഈ പണം എടുത്തത് എന്നും പറയുന്നുണ്ട്. അതേസമയം ഈ കുടുംബത്തിലെ 3 പേർ ആത്മഹത്യക്ക് ശ്രമിക്കുമ്പോൾ ഈ മകൻ അവിടെ ഇല്ല, മകൻ അവിടെ നിന്ന് മാറി എന്ന് പറയുമ്പോൾ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹത പോലീസിന് മുന്നിലുണ്ടോ? അല്ലെങ്കിൽ പോലീസ് അതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം പറയുന്നുണ്ടോ? അഭിലാഷ്, അത്തരം കാര്യങ്ങൾ പറയുന്നില്ല. കാരണം ഈ മൂത്ത മകന് വിദേശത്ത് പോകുന്നതിന് വേണ്ടിയാണ് ഇസാഫിന്റെ ബാങ്കിൽ നിന്ന് ഇവര് പണം എടുത്തിട്ടുള്ളത്. പക്ഷെ അതിന്റെ കാര്യത്തിന് വേണ്ടി ഈ മൂത്ത മകനും ഇളയ കുട്ടിയും കൂടെ പുറത്തേക്ക് വരുന്ന സമയത്താണ് ഇവര് പണം ആവശ്യപ്പെട്ട് ബാങ്കിലെ ജീവനക്കാർ അവിടെ ചെന്ന് ഇവരെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തിയത്. ഈ ഭീഷണിപ്പെടുത്തിയെ തുടർന്നാണ് സ്ഥലത്ത് ലീലാമ്മ ഉണ്ടായിരുന്നില്ല. ലീലാമ്മ ആദിക്കാട്ട് കുളങ്ങരയിലാണ് ഉണ്ടായിരുന്നത്. ലീലാമ്മ അമ്മയെ വിളിച്ചു. ഇവർ 2 പേരും പറഞ്ഞു, ഞങ്ങളിനി ഇവിടെ നിൽക്കുന്നില്ല, ജീവിക്കുന്നില്ല, അച്ഛനും അമ്മയും മാത്രം ജീവിച്ചത്, ഞാൻ സ്ഥലം വിട്ടു പോവുകയാണെന്ന് മൂത്തവൻ പറയുകയുണ്ടായി. തുടർന്ന് ലീലാമ്മ വരുമ്പോൾ തന്നെ ഈ വിഷയത്തിന് ശേഷം ഈ മൂത്ത മകൻ ഇവിടെ നിന്ന് പോയി എന്നുള്ളതാണ് വിവരം ലഭിക്കുന്നത്. അത് ഇപ്പോഴാണ് ചെന്നൈയിലുണ്ടെന്നൊക്കെ ഒരു വിവരം ലഭിക്കുന്നത്. തുടർന്ന് ഇന്നലെ രാത്രിയിലാണ് ഇവര് കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ 3 പേരും ഗുളിക കഴിച്ചതിന് ശേഷം കിടക്കുന്നു. 3 കയർ വീട്ടിലെ സാരി തുണിയിൽ കുരുക്കിട്ടതിന് ശേഷമാണ് അവർ കിടന്നുറങ്ങുന്നത്. രാത്രിയിൽ തന്നെ ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമമാണ്, ഗുളിക കഴിച്ച് ആത്മഹത്യ ചെയ്യാനുള്ള തീരുമാനത്തിലാണ് എടുത്തത്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ലീലാമ്മ മാത്രമാണ് ആത്മഹത്യ ചെയ്ത. രാത്രിയിൽ ഉറങ്ങാൻ കിടന്നു. നേരം വെളുത്ത് നോക്കുമ്പോൾ തന്നെ ലീലാമ്മ മാത്രമാണ് ആത്മഹത്യ ചെയ്തതായി കണ്ടത്. അവശ്യ നിലയില്ല 2 പേരെ പിന്നീട് നാട്ടുകാർ തന്നെയാണ് ആശുപത്രിയിൽ എത്തിക്കുന്നത്. എന്തായാലും അവരുടെ മൊഴി കുടുംബൻ പോലീസ് എടുത്തിട്ടുണ്ട്. ആ മൊഴിയിലാണ് ഈ കടബാധ്യതയാണ്, ഇസാഫ് ബാങ്കിന്റെ ഭീഷണിയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി ഈ പണം അടവ് മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് ഈ ബാങ്കിലെ ജീവനക്കാർ സ്ഥിരം ഈ വീട്ടിലെത്തുകയും വീടിന് ചുറ്റും വളഞ്ഞ് നിൽക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി അയൽവാസികൾ കൂടി പങ്കുവെക്കുന്നുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം അവർ വീട്ടിൽ ക്യാമ്പ് ചെയ്ത ഒരു സ്ഥിതി കൂടിയുണ്ട് ഈ ജീവനക്കാർ. അങ്ങനെ നിരന്തരം ഭീഷണിയെ തുടർന്നാണ് ഇവർ ആത്മഹത്യ ചെയ്തതെന്നാണ് ഈ വീട്ടുകാരും അതുപോലെ പഞ്ചായത്ത് അംഗവും അവിടെ അയൽവാസികളും ഒക്കെ വ്യക്തമാക്കുന്നത്. അതിലൊരു ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. അതിനെ തുടർന്നാണ് ഈ ലീലാമ്മ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. മകൻ ദീപനും ഒപ്പം അച്ഛൻ നീലാംബരനും കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്, ഗുരുതരാവസ്ഥയിലാണെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും പോലീസ് ഈ അടൂരിൽ ഇവരെ ആദ്യം പ്രവേശിപ്പിക്കുന്നത് തന്നെ ഈ അച്ഛന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അപ്പോഴാണ് ഈ കടബാധ്യതയെക്കുറിച്ച് പറയുന്നത്. ഈ ബാങ്കിന്റെ ഭീഷണി, സ്വകാര്യ ബാങ്കിന്റെ ഭീഷണിയെ തുടർന്നാണ് ആത്മഹത്യ ശ്രമിച്ചതെന്നുള്ള കാര്യം വ്യക്തമാക്കുന്നത്. തുടർന്നാണ് അവിടെ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഇരുവരെയും കൊണ്ടുപോയിട്ടുള്ളത്. അതിലിപ്പോൾ ഈ പറയുന്നത് പോലെ ഈ 2 പേരുടെ ആരോഗ്യനില സംബന്ധിച്ച്
എന്താണ് സാഹചര്യം എന്നതിൽ വ്യക്തതയുണ്ടോ? പക്ഷേ രണ്ടുപേരുടെ ആരോഗ്യനില നേരിയ പുരോഗതി ഉണ്ടെന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. അത് കൂടുതൽ വ്യക്തമായൊരു വിവരം കൂടി ഇനി ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ പ്രാഥമിക വിവരം രണ്ടുപേരുടെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട്, പുരോഗതിയുണ്ട്, നേരിയ പുരോഗതി ഉണ്ടെന്നുള്ളതാണ് വിവരം ലഭിക്കുന്നത്. ഈ കടബാധ്യത തന്നെയാണ് ഈ കുടുംബം ഒന്നടങ്കം ജീവനൊടുക്കാൻ തീരുമാനിച്ചത്. കാരണം അത്രത്തോളം മാനസികമായും ഒരു മാനസിക പീഡനം ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ കുടുംബം നേരിടുന്നുണ്ട്. ബാങ്കുകാരുടെ ഭീഷണി, ഈ സ്വകാര്യ ബാങ്കിലെ ജീവനക്കാരുടെ ഭീഷണി, പണം തിരിച്ചടയ്ക്കാം, മൊത്തത്തിൽ അടയ്ക്കാം, മുഴുവൻ അടച്ചു കൊടുക്കാമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ലീലാമ്മ വിളിച്ച് ഈ മക്കളെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തുമ്പോൾ ഈ ബാങ്കിലെ ജീവനക്കാരെ വിളിച്ച് അറിയിച്ചതാണ്. പണം തിരിച്ച് ഉടൻ തന്നെ അടയ്ക്കാം, മുഴുവൻ തുകയും തിരിച്ചടയ്ക്കാമെന്ന് പറഞ്ഞിട്ട് പോലും അവരത് കേട്ടില്ല. മക്കളെ തെരഞ്ഞു നിർത്തി ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് വലിയ രീതിയിൽ ആളുകളുടെ മുന്നിൽ വെച്ച് മക്കളെ ആക്ഷേപിച്ച ഒരു സാഹചര്യമുണ്ട്. ആ സമയത്താണ് ഈ കുട്ടികൾ പറയുന്നത്, തങ്ങൾ ഇനി ഇവിടെ നിൽക്കുന്നില്ല, അച്ഛനെ മാത്രം ജീവിച്ച് ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണെന്ന് മൂത്ത മകനും ഒപ്പയിളയും കുട്ടിയും അമ്മയെ വിളിച്ചറിയിച്ചിരുന്നു. അതിനുശേഷം ലീലാമ്മ ആദിക്കാട്ടുകുളങ്ങനെ ഇന്നലെ 3 മണിക്ക് വീട്ടിലെത്തുന്നു. രാത്രിയിലാണ് 3 പേരുടെ മൂത്ത മകൻ ഇവിടെ നിന്ന് പോവുകയും ചെയ്തു. തുടർന്നാണ് 3 പേരോട് ചേർന്ന് ആത്മഹത്യ ചെയ്യാനുള്ള തീരുമാനമെടുത്തിട്ടാണ് ലീലാമ്മ രാത്രിയിൽ ഗുളിക കഴിച്ചു. 3 പേരും ഗുളിക കഴിച്ചു. 3 കുരുക്ക് വിട്ടതിന് ശേഷം രാത്രി ഉറങ്ങാൻ കിടന്നതിന് ശേഷമാണ് ലീലാമ്മയെ പുലർച്ചയോടുകൂടി മരിച്ച നിലയിൽ കണ്ടതായി ഈ നീലാംബരൻ, ഭർത്താവ് നീലാംബരനും ഒപ്പം മകൻ ദീപനും പോലീസിനോട് മൊഴി നൽകുന്നത്. എന്തുവരും രണ്ടുപേരെയും കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിലും ഈ സാമ്പത്തിക പ്രശ്നം തന്നെയാണ്. അയൽവാസികളും പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ആളുകളും നാട്ടുകാരും എല്ലാം ഈ കാരണമാണ് പ്രധാനമായും. അതാണ് സ്വകാര്യ ബാങ്കിന്റെ ഭീഷണിയെ തുടർന്നാണ് ഈ ആത്മഹത്യയിലേക്ക് എത്തിയത് എന്ന വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശശിനാരായണൻ സൂചിപ്പിക്കുന്ന പോലെ ബന്ധുക്കളും പ്രദേശവാസികളും വാർഡ് മെമ്പർമാരും എല്ലാം ഇത്തരത്തിൽ തന്നെയാണ് പ്രതികരിക്കുന്നത്. അതേസമയം 2 പേരുടെ നില ഇപ്പോഴും മോശമാണ്. അവർ ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. ധർമ്മസ്ഥലയിലെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ ന്യൂസ് 18 ആയിരുന്നു തുടർച്ചയായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അതിന്റെ ഭാഗമായി തന്നെ കർണാടക സർക്കാർ ഈ ധർമ്മസ്ഥലയിലെ ദുരൂഹതകൾ നീക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ കഴിഞ്ഞ ദിവസം ആണ് നിയോഗിച്ചത്. എന്നാൽ ഇപ്പോഴിതാ ആ അന്വേഷണ സംഘത്തിൽ സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിൽ പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നു. അന്വേഷണ സംഘത്തിലെ 2 ഓഫീസർമാർ പിന്മാറിയേക്കും എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. IG MN അനുച്ഛേദ്, DCP സൗമ്യലത എന്നിവർ വ്യക്തിപരമായ കാരണങ്ങളാൽ ഒഴിവാക്കണമെന്ന് കാട്ടി സർക്കാരിന് കത്ത് നൽകും എന്നുള്ളതാണ് വിവരം. അതേസമയം അന്വേഷണത്തിൽ പ്രതിസന്ധി ഉണ്ടാകില്ല എന്ന പ്രതീക്ഷയിലാണ് ആക്ഷൻ കൗൺസിൽ. അവരായിട്ട് പറഞ്ഞ ഇത്ര വലിയൊരു പ്രശ്നമാണല്ലോ. ഈ പ്രശ്നത്തിൽ ഞാനിപ്പം മനസ്സിലാക്കിയ രീതി ലെറ്റർ മുഖാന്തരം ഒന്നും വന്നിട്ടില്ല. അതിനെ പറഞ്ഞ് ഞങ്ങൾ ആ ക്ഷേത്രത്തിൽ പോയതാണല്ലോ. ക്ഷേത്രം ആകുമ്പോൾ എല്ലാവരും വരും, അവർക്കും അറിയാമല്ലോ ഇത്ര വലിയ പ്രശ്നമുള്ള അറിയുന്നില്ലോ. അങ്ങനെ ഇപ്പോൾ എന്തിനാ നാളെ നമ്മളെ പേരെടുത്തിട്ടിടുന്നത്? അതിന് ഇതിനേക്കാളും നല്ല ഓഫീസർമാരുണ്ടല്ലോ. ഇല്ല അങ്ങനെ ഒരു ഇത് ഇപ്പം നാബ് ആ പുള്ളീൻ്റെ പേരിലായും കൊണ്ട് ഒരു ഡൗട്ടും ഇല്ല. താഴെ ഇവരെല്ലാം വരുന്നത്. അന്നേരം പുള്ളിക്ക് ആര് വേണം നമുക്ക് ചെയ്യാം. ഇതാണ് സാഹചര്യം. KV ബൈജു ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ബൈജു, നമ്മൾ പിന്തുടരുന്ന വാർത്തയാണ്. അതിൽ തന്നെ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു എന്നുള്ളത് ഈ പരാതിക്കാരായിട്ടുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് നീതി തേടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി പതിറ്റാണ്ടുകളായി ഇതിന് പിന്നാലെ നടക്കുന്ന ആളുകൾക്കൊക്കെ വലിയ ആശ്വാസം നൽകുന്ന ഒന്നായിരുന്നു. അപ്പോഴും നമ്മൾ ഈ സംശയവും പ്രകടിപ്പിച്ചതാണ്. കാരണം മറുഭാഗത്ത് ഉള്ളവർ അത്രമേൽ ശക്തരാണ്, ആരെയും സ്വാധീനിക്കാൻ ശേഷി ഉള്ളവർ ആണ്. ഒരുപക്ഷെ ഈ അന്വേഷണ സംഘത്തിൻ്റെ യാത്ര പോലും അത്രമേൽ ദുർഘടമാകും എന്നുള്ളത്. ഇതിപ്പോൾ എന്താണ് നമുക്ക് പ്രൈമറിയായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഈ അന്വേഷണ സംഘത്തിൽ നിന്ന് 2 പേർ പിന്മാറുമ്പോൾ അവർ വ്യക്തിപരമായ കാരണങ്ങളാണ് പറയുന്നത്, അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ അവർക്കുണ്ട്. എങ്കിൽ പോലും ഇങ്ങനെ ഒരു അന്വേഷണമാണ് നടക്കാൻ പോകുന്നത് എന്നത് ഈ സംഘ രൂപീകരണത്തെ തന്നെ ബാധിക്കുന്നു. അങ്ങനെ വിലയിരുത്തേണ്ട പശ്ചാത്തലമുണ്ടോ? അഭിലാഷ്, അങ്ങനെ വിലയിരുത്തേണ്ട ഒരു പശ്ചാത്തലമില്ല. കാരണം പ്രധാനമായും ഇവർ ആവശ്യപ്പെട്ടത് DGPയുടെ മേൽനോട്ടത്തിലുള്ള ഒരു അന്വേഷണ സംഘത്തെ വേണമെന്നാണ്. നമുക്കറിയാം ഇത് വർഷങ്ങളായി ഉള്ള ഒരു സംഭവമാണ്. ഒരുപാട് പ്രക്ഷോഭം ഒക്കെ നടത്തിയിട്ടും ഒരു ചലനം പോലും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ന്യൂസ് 18 സംഘം ഇവിടെ എത്തുമ്പോൾ ഇവരുടെ കാര്യങ്ങൾ പോലും പുറം ലോകം അറിഞ്ഞിരുന്നില്ല. അതിൽ നിന്നൊക്കെ വലിയ ആശ്വാസം ഇവർ കണ്ടെത്തുകയാണ് ഇത്തരത്തിൽ ഒരു അന്വേഷണം. പ്രധാനമായും അഭിഭാഷകരും അതുപോലെ തന്നെ ആക്ഷൻ കമ്മിറ്റിയും ആവശ്യപ്പെട്ടത് DGPയുടെ മേൽനോട്ടത്തിലുള്ള ഒരു സംഘത്തെ നിയോഗിക്കണമെന്നാണ്. അത്തരം ഒരു സംഘം നിയോഗിച്ചിരിക്കുന്നു. അതുകൂടാതെ വിദഗ്ധരായ ആളുകൾ, അതായത് ഫോറൻസിക് അതുപോലെ തന്നെ
ഈ ഡിജിറ്റൽ ഇത്തരത്തിലുള്ള വിദഗ്ധരായ ആളുകളെ ഈ സംഘത്തിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്. ഇതിൽ 2 ഉദ്യോഗസ്ഥർ പ്രധാനമായും വ്യക്തിപരമായ കാരണം എന്ന് പറയുന്നത് ഈ അമ്പലവുമായി നേരത്തെ സന്ദർശനം നടത്തിയ 2 ആളുകളാണ്. ഏതെങ്കിലും തരത്തിൽ ഇത് വളരെ സെൻസേഷണലായ ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ നാളെ ഏതെങ്കിലും തരത്തിലൊരു ആരോപണം ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മാത്രമാണ് ഇവർ 2 പേരും ഇത്തരത്തിൽ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന് പകരം ഒരുപാട് IPS ഓഫീസർമാർ ഉൾപ്പെടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇത് നീണ്ട ദിവസം നീണ്ടു നിൽക്കുന്ന അന്വേഷണമായിരിക്കും. ഇതിൽ ഏറ്റവും പ്രധാനം ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി തന്നെയാണ്. അദ്ദേഹത്തിന്റെ മൊഴി ഈ പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും രേഖപ്പെടുത്തുമെന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്ന വിവരം. അതോടൊപ്പം അനന്യ ഭട്ട് 23 വർഷമായി കാണാതായ മകൾക്ക് വേണ്ടി സുജാത ഭട്ട് അവരുടെ അമ്മ പരാതി നൽകിയിട്ടുണ്ട്. അന്ന് പരാതി പോലും സ്വീകരിക്കാത്ത ഒരു സംഭവമാണ്. അതിൽ ഇതുവരെ ധർമ്മസ്ഥല പോലീസ് കേസെടുത്തിട്ടില്ല. ആ സംഭവത്തിലും ഈ SITയുടെ അന്വേഷണ പരിധിയിൽ ആ കേസ് കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. ഇത്തരം കേസുകൾ രജിസ്റ്റർ ചെയ്യുക, ഒപ്പം ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ ആ സ്ഥലത്ത് അവിടെ മണ്ണെടുത്ത് കുഴിച്ച് പരിശോധിക്കുക. ഇതാണ് പ്രധാനമായും ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെടുന്നത്. അതേതായാലും ഒരാഴ്ചക്കകം തന്നെ അത്തരം നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ 2 പേർ ഇതിൽ നിന്നും ഒഴിവായ പോലും അത് ഇവരെ ഏതെങ്കിലും തരത്തിൽ അതൃപ്തിക്ക് ഇടവരുത്തുന്നില്ല. ഇവർക്ക് ആശ്വാസമുണ്ട്. ഒരു ചലനം പോലും ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും തരത്തിൽ ഈ സാക്ഷിക്ക് പോലും സുരക്ഷ നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യം. അതിൽ നിന്നൊക്കെ വലിയ വ്യത്യാസം വന്നിരിക്കുന്നു. ഈ കേസിൽ വലിയ മാനം വന്നിരിക്കുന്നു. മാത്രമല്ല വലിയ മാധ്യമ ശ്രദ്ധയാണ് ഇപ്പോൾ ഈ സംഭവത്തിന് ലഭിക്കുന്നത്. നമ്മളിവിടെ വരുമ്പോൾ ഒരു പക്ഷേ നമ്മൾ മാത്രമാണ് ദിവസങ്ങളോളം ഈ വാർത്ത കൈകാര്യം ചെയ്തത്. പിന്നീട് അത് ദേശീയ ചാനലുകളും ഒപ്പം എല്ലാ ചാനലുകളും ഏറ്റെടുക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസ് അത്ര പെട്ടെന്ന് ഇനി ആ രീതിയിൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. മാത്രമല്ല ഇത് സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ ഹൈക്കോടതിയിൽ ഉൾപ്പെടെ ഈ കേസ് പ്രമുഖരായ അഭിഭാഷകർ ഉൾപ്പെടെ രംഗത്തെത്തിയ സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഈ പ്രദേശം ഞാനിപ്പോൾ നിൽക്കുന്നതിന് തൊട്ട് സമീപമാണ് ഇത്തരത്തിൽ മൃതദേഹം കുഴിച്ചിട്ടെന്ന് പറയുന്ന സ്ഥലം. ഇവിടെ കുഴിച്ചു പരിശോധിക്കണമെന്നാണ് ആക്ഷൻ കമ്മിറ്റിയുടെ ആദ്യത്തെ ആവശ്യം. അവിടെ എന്തൊക്കെ രഹസ്യങ്ങളുണ്ട്, എത്ര പേർ അവിടെ മരണപ്പെട്ട് ഈ കുഴിച്ചിട്ടുണ്ട്, ഈ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ അതിൽ എത്രത്തോളം വ്യാപ്തിയുണ്ടോ എന്നൊക്കെ അറിയുന്നുണ്ട്. ആ നടപടിയിലേക്ക് പോലീസ് കടക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ആദ്യഘട്ടം എന്ന നിലയിൽ ഇവിടുന്ന് ധർമ്മസ്ഥല പോലീസ് രജിസ്റ്റർ ചെയ്ത ആ കാലഘട്ടം മുതലുള്ള മുഴുവൻ കേസുകളുടെയും വിവരങ്ങൾ ബംഗളൂരുവിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. അത് ഒരുപക്ഷെ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ നാളെയോ മറ്റന്നാളോ അവിടെ എത്തിക്കും. അതിനുശേഷം ആരൊക്കെ ഈ സംഘത്തിൽ ഉൾപ്പെടുത്തണം, ഏതൊക്കെ രീതിയിലാണ് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അത്തരം നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ കാര്യത്തിൽ വിഷയത്തിൽ ഇടപെട്ട സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ കേസ് നീട്ടിക്കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത വളരെ കുറവാണ്. എന്നാലും ഈ ആക്ഷൻ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം വലിയ പോരാട്ടം നടത്തിയ ആക്ഷൻ കമ്മിറ്റിയാണ്. അവർക്ക് ഈ കാര്യത്തിൽ വലിയ പ്രതീക്ഷ തന്നെ ഇപ്പോഴും ഉണ്ട്. തീർച്ചയായും അതാണ് ബൈജു സൂചിപ്പിക്കുന്ന പോലെ ഈ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കപ്പെട്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. പക്ഷേ നമുക്കറിയാം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മരണപ്പെട്ട പെൺകുട്ടിയുടെ കൊലപാതകികളെ നിയമത്തിൽ കൊണ്ടുവരണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അടക്കം നടന്നിട്ടുള്ള പോരാട്ടങ്ങളുണ്ട്. അതൊന്നും ഫലം കാണാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഈ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നു. ആ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ ഉണ്ടായ ശേഷവും ഒരു മെല്ലെപ്പൊക്കാണല്ലോ ബൈജു ഇതിൽ നടന്നത്. അതിനുശേഷമാണ് ന്യൂസ് 18 ഈ വിഷയത്തിൽ ഇടപെടുന്നത്. നമ്മൾ നിരന്തരമായി വാർത്തകൾ നൽകി. അതോടൊപ്പം തന്നെ ഒരു പക്ഷേ ഇതുവരെ പുറത്ത് പറയാൻ മടിച്ചിരുന്ന പലരും രംഗത്ത് വരികയും അവർ പരാതിയുമായി വരികയും ചെയ്യുന്നു. പൊതുജന മധ്യത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ബന്ധുക്കളെ, മക്കളെ, അച്ഛനെ ഒക്കെ നഷ്ടപ്പെട്ടു എന്ന് പരസ്യമായി പറയാൻ തയ്യാറാകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ പരാതികൾ എല്ലാം ഇനി ഈ പ്രത്യേക സംഘത്തിന് മുന്നിലേക്ക് എത്തുകയല്ലേ? ഇപ്പോൾ തന്നെ നമ്മൾ നൽകുന്ന വാർത്തകൾ പോലും, ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ജോയിയുടെ മരണം. ജോയിയുടെ മരണത്തെ സംബന്ധിച്ച് മകനായ അനീഷ് നമ്മളോട് പങ്കുവെക്കുന്ന ഡേറ്റകൾ തന്നെ ധാരാളമാണ് ഒരു അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ആ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ. അപ്പോൾ അത്തരം വിവരങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവങ്ങൾ ഉൾപ്പെടെ ഈ അന്വേഷണ സംഘത്തിന്റെ പരിധിയിലേക്ക് വരില്ലേ? തീർച്ചയായും ആ സംഭവങ്ങളെല്ലാം ഈ അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് അഭിലാഷ് സൂചിപ്പിച്ചത് KJ ജോയിയുടെ കൊലപാതകം ഒരുപക്ഷെ സിനിമാ കഥകളെ പോലും വെല്ലുന്ന തരത്തിലാണ്. ഒരു ഭൂമിക്ക് വേണ്ടി ഒരു മനുഷ്യരെ വാഹനം ഇടിച്ച് കൊലപ്പെടുത്തുകയും പിന്നീട് അത് സ്വാഭാവിക മരണമാവുകയും ചെയ്യുന്നത്. 7 വർഷത്തിന് ശേഷം ഇവിടെ നിന്നും പലായനം ചെയ്യുന്ന ആ കുടുംബം നമ്മുടെ ഇത്തരത്തിലുള്ള വാർത്തകളും ഒപ്പം ഈ ജസ്റ്റിസ് ഫോർ സൗജന്യ അവരുടെ കൂട്ടായ്മയുടെ ആ ശക്തിയും അതിനു മുന്നിൽ അദ്ദേഹം ഇവിടെ വീണ്ടും എത്തി
നമുക്ക് മുന്നിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നു. അത് പൊതുജനം മുഴുവൻ അറിയുന്നു. ഇടുക്കി കട്ടപ്പന സ്വദേശിയായ KJ ജോയിയെ ഇത്തരത്തിൽ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തി 2018 ആ കേസെന്ന് ഓർക്കണം. 2014 വരെയുള്ള ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലാണെങ്കിൽ അതിനും അപ്പുറം 2018 ഒരു കേസ്. ആ കേസ് ഇപ്പോൾ ഈ അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട്. അതിനൊപ്പം ഇദ്ദേഹം തളിപ്പറമ്പ് പോലീസിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകുന്നുണ്ട്. അതായത് കേരളത്തിൽ കൂടി അതിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. കേരള പോലീസ് കൂടി അതിൽ ഉൾപ്പെടാൻ പോകുന്നു. അത്തരത്തിൽ കൂടുതൽ ആളുകൾ പരാതിയുമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. ആ കേസിൽ 20 കോടിയോളം രൂപ വില മതിക്കുന്ന ഞാനിപ്പോൾ നിൽക്കുന്നതിന് തൊട്ട് സമീപത്ത് തന്നെയാണ് അവരുടെ സ്ഥലം. 40 ഏക്കറിൽ 20 ഏക്കർ നേരത്തെ തന്നെ കൈക്കലാക്കി. അതിനപ്പുറം 20 ഏക്കർ കൂടി ഇപ്പോൾ ഇവരുടെ പേരിലുള്ള ആ സ്ഥലം, അത് അനീഷിനും അവരുടെ മക്കൾക്കും ഒക്കെ അനുഭവിക്കേണ്ട ആ സ്വത്ത് ഇപ്പോൾ ഒരു സംഘം കയ്യിൽ വെച്ച് അവിടെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണ്. അതെല്ലാം ഈ അന്വേഷണ പരിധിയിൽ വരും. അതുകൂടാതെ കർണാടകയിൽ മൊത്തം എല്ലാ പോലീസ് സ്റ്റേഷനുകളും രജിസ്റ്റർ ചെയ്ത മിസ്സിംഗ് കേസുകൾ ഉൾപ്പെടെ ഈ അന്വേഷണ പരിധിയിൽ വരുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ആ ഉത്തരവിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് വിപുലമായ ഒരു അന്വേഷണമായിരിക്കും. ഏതെങ്കിലും തരത്തിൽ 2 ഉദ്യോഗസ്ഥർ ഇതിൽ നിന്നും മാറി നിന്നാൽ പോലും അട്ടിമറിക്കപ്പെടില്ല എന്നാണ് നിലവിൽ ഈ ആക്ഷൻ കമ്മിറ്റി പറയുന്നത്. എന്തായാലും ഇവർ സസൂക്ഷ്മം ഈ കാര്യങ്ങളെല്ലാം വീക്ഷിക്കുന്നുണ്ട്. ഒപ്പം ഈ അഭിഭാഷകരുടെ വലിയ സംഘം തന്നെ ഇതിനെല്ലാം പിന്നിലുണ്ട്. അവരുടെ മേൽനോട്ടവും കൃത്യമായി ഈ കാര്യത്തിലുണ്ട്. അവർ ബംഗളൂരുവിലാണ്. അതുകൊണ്ട് തന്നെ ബംഗളൂരുവിൽ നിരവധി ആളുകളുടെ ഈ ആക്ഷൻ കമ്മിറ്റി ഉൾപ്പെടെ ആളുകളുടെ മൊഴി രേഖപ്പെടുത്തും. 86-ൽ കൊല്ലപ്പെട്ട പത്മലത മലയാളിയായ ആ കുടുംബം നമ്മൾ ആദ്യം റിപ്പോർട്ട് ചെയ്ത കൂട്ടത്തിലുള്ള ഒരു ആളാണ്. അത്തരത്തിൽ എല്ലാ കേസുകളും ഇപ്പോൾ ഇതിന്റെ പരിധിയിൽ വരും. പോലീസ് സ്റ്റേഷനിൽ സ്വീകരിക്കാത്ത കേസുകൾ കൂടി ഇപ്പോൾ ഈ വെളിച്ചത്ത് വരാൻ പോകുന്നു എന്നതിനെ മനസ്സിലാക്കേണ്ടി വരും. തീർച്ചയായും അത് ഇന്ന് ബൈജു റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ജീവൻ പോലും പണയം വെച്ചുകൊണ്ടാണ് ഈ ധർമ്മസ്ഥലയിലെ ആരോപണ വിധേയമായിട്ടുള്ള ഇടം, അതായത് ശുചീകരണ തൊഴിലാളി ഇവിടെയാണ് ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കേണ്ടി വന്നത്, സംസ്കരിച്ചു എന്നത് ടെക്നിക്കലി പറയാൻ സാധിക്കില്ല, കുഴിച്ചു മൂടേണ്ടി വന്നത് എന്ന് വെളിപ്പെടുത്തിയ സ്ഥലത്തടക്കം നിന്നുകൊണ്ടാണ് ബൈജു വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ആ പോലീസ് സ്റ്റേഷൻ നമ്മൾ രാവിലത്തെ വാർത്തകളിൽ പ്രേക്ഷകരിലേക്ക് വളരെ കൃത്യമായി അതിൻ്റെ ദൃശ്യങ്ങളടക്കം നൽകിയിരുന്നു. അപ്പോഴും ആ സ്ഥലത്ത് ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷ ഒരുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതായത് വേണമെങ്കിൽ തെളിവുകൾ ഉൾപ്പെടെ നശിപ്പിക്കാൻ എളുപ്പമാണ്. പക്ഷേ പല കാലഘട്ടത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്, അതല്പം പ്രയാസകരവുമാണ്. എങ്കിൽ പോലും ഗുരുതരമായ വെളിപ്പെടുത്തലുണ്ടാകുമ്പോൾ ആ പ്രദേശത്തിന് ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷ പോലീസ് നൽകുന്നില്ല, ഈ ആരോപണം ഉന്നയിച്ച വ്യക്തിക്ക് സുരക്ഷ നൽകുന്നില്ല. അങ്ങനെയൊക്കെയാണല്ലോ ബൈജു ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലം. ഒരുപക്ഷെ ഈ പ്രത്യേക അന്വേഷണ സംഘം ഇതിൻ്റെ ചുമതല ഏറ്റെടുക്കുമ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകും എന്ന് വേണമോ നമുക്ക് പ്രതീക്ഷിക്കാൻ? നമ്മൾ ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിച്ച ആ ഇടം, അതായത് വനഭൂമിയായി മാറിയിട്ടുള്ള ആ ഇടം, അവിടെ കൂടുതൽ പരിശോധനകൾ ഒരുപക്ഷെ JCBയും മറ്റുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള കുഴിച്ചുള്ള പരിശോധനകൾ അങ്ങനെയൊക്കെ നടക്കുമെന്ന് വേണമോ നമുക്ക് പ്രതീക്ഷിക്കാൻ? തീർച്ചയായും അത്തരത്തിലൊരു പരിശോധനയാണ് ആക്ഷൻ കമ്മിറ്റി പറഞ്ഞിട്ടുള്ളത്. ഇതിൽ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നേത്രാദ്വീപ് പുഴ, അവിടെ ആദ്യമായി മാധ്യമപ്രവർത്തനം നടത്തുന്നത് നമ്മളാണ് ഇന്ന്. ആ ഭാഗത്ത് ഒരു വലിയ സംഘം ഡി ഗ്യാങ് എന്നറിയപ്പെടുന്ന, നമ്മൾ കഴിഞ്ഞ ബുള്ളറ്റിന് കഴിഞ്ഞ ദിവസം അതായത് ബൈജു ആണ് ഈ പ്രദേശത്ത് നേരിട്ട് എത്തി അവിടെ നിന്നുകൊണ്ട് വാർത്തകൾ നൽകിയത്. അതിൽ കൃത്യമായി, അതായത് ഈ 1978-79 കാലഘട്ടം മുതൽ ആണ് പലരും മിസ്സിംഗ് ആയിട്ടുള്ളത്, ദുരൂഹ സാഹചര്യത്തിൽ കൊലപ്പെട്ടിട്ടുള്ളത്. നിരവധി സ്ത്രീകൾ, പെൺകുട്ടികൾ, അവരുടെയൊക്കെ മൃതദേഹങ്ങളടക്കം ലഭിച്ചിരുന്നു. ന്യൂസ് 18 തന്നെ രാവിലെ, അതായത് ഈ ഏതൊക്കെ ഭാഗത്ത് നിന്നാണ് ഇവരെ കാണാതായിട്ടുള്ളത്, ഇവർ എവിടെ വരെയൊക്കെ സഞ്ചരിച്ചിരുന്നു, അവിടുത്തെ കർണാടക സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ് സ്റ്റാൻഡ്, അവിടെ വന്നിറങ്ങിയതുവരെ കണ്ടവരുണ്ട്, പിന്നീട് ഓട്ടോയിൽ കയറിയവർ കണ്ടവരുണ്ട്, ചിലർ നടന്നുപോയ പെൺകുട്ടികളെ കണ്ടവരുണ്ട്. പക്ഷേ അവരൊക്കെ അപ്രത്യക്ഷരാകുന്നു, പിന്നീട് തിരിച്ചു വരുന്നില്ല. ദിവസങ്ങൾക്ക് ശേഷം അവരുടെ മൃതദേഹം ഒരുപക്ഷെ പുഴയിൽ നിന്ന് ലഭിക്കുന്നു, മറ്റിടങ്ങളിൽ നിന്ന് ലഭിക്കുന്നു, അസ്ഥികൂടം ലഭിക്കുന്നു. ഇതൊക്കെ ആയിരുന്നു സാഹചര്യം. ഇതിൻ്റെയൊക്കെ പ്രതികൾ ആരാണിത് ചെയ്തത്? ഇതിനൊന്നുമാണ് ഉത്തരമില്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നത്. ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കൃത്യമായി മുന്നോട്ട് പോയാൽ, ഇവർ നൽകുന്ന രേഖകളും തെളിവുകളും പരിശോധിച്ചാൽ അതിനൊക്കെ ഒരു പരിധിവരെയെങ്കിലും ഉത്തരം കണ്ടെത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ടേ ബൈജു? തീർച്ചയായും അഭിലാഷത്തിൽ ഏറ്റവും പ്രധാനം പ്രതികൾ ആരൊക്കെ, അതൊക്കെ കൃത്യമായി ഇവിടുത്തെ ആൾക്കാർക്കറിയാം. അവർ ഭയപ്പെട്ട്
അതൊക്കെ പുറത്തു പറയാതിരിക്കുന്നതാണ്. ഇത് പോലീസ് തന്നെ അന്വേഷിച്ച് കണ്ടെത്തട്ടെ, അതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അത് തന്നെയാണ് ആക്ഷൻ കമ്മിറ്റി പറയുന്നത്. ഏതെങ്കിലും തരത്തിലൊരു ആരോപണം ആർക്കെങ്കിലും ഉന്നയിക്കാൻ നമ്മളോ തയ്യാറല്ല, അതുപോലെ തന്നെ ആക്ഷൻ കമ്മിറ്റിയും തയ്യാറല്ല. പോലീസ് കണ്ടെത്തേണ്ടതാണ്. തെളിവുകൾ ഇപ്പോഴും മണ്ണിനടിയിൽ മൂടപ്പെട്ട് രഹസ്യമായി കിടക്കുന്നുണ്ട്. അത് പോലീസാണ് കണ്ടെത്തേണ്ടത്. ഇതിൽ ആദ്യമായി ഏറ്റവും തുടക്കം എന്ന നിലയിൽ ഈ അന്വേഷണ സംഘം, പ്രത്യേക അന്വേഷണ സംഘം ചെയ്യേണ്ടത്, ഒരാൾ വെളിപ്പെടുത്തിയിരിക്കുന്നു 100 മൃതദേഹങ്ങൾ ഇത്തരത്തിൽ കുഴിച്ചിട്ടു എന്ന്. ആ സ്ഥലം പരിശോധിക്കണം. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആ സ്ഥലത്ത് ഏതെങ്കിലും തരത്തിൽ പോലീസിന്റെ സുരക്ഷ ഈ സമയം വരെ ഇല്ല എന്നാണ് ഏറ്റവും പ്രധാനം. ഞാനിപ്പോൾ നിൽക്കുന്നതിന് തൊട്ട് സമീപത്ത് ഒരു 3 കിലോമീറ്റർ മാറിയാണ് ആ സ്ഥലം. ഒരു 3 കിലോമീറ്റർ മാറിയാൽ ഈ സ്ഥലം, ഈ നേരത്തെ കാണിച്ച നേത്രാവതി പുഴ സ്ഥലം കൃത്യമായ സെന്ററിൽ തന്നെയാണുള്ളത്. ഒരു പക്ഷേ ഇവിടെ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുക വളരെ ബുദ്ധിമുട്ടാണ്. ഏത് സമയത്തും അപകടം വരാം. ആക്ഷൻ കമ്മിറ്റി ആളുകൾക്ക് എന്റെ കൂടെ രാവിലെ എത്തണം, ഒരു ബൈറ്റ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് പോലും വരാൻ കഴിയാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഇപ്പോഴും ഒരു ഭയം അത് തീർച്ചയായും ആളുകളിലുണ്ട്. അത് മാറേണ്ടിയിരിക്കുന്നു. ഇനി അത്തരത്തിലൊരു ഭയം ഉണ്ടായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് തന്നെയാണ് നമ്മളുടെ ഒരു ശ്രമം ഉണ്ടായത്. നമുക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും, മറ്റു മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് കാട്ടിക്കൊടുക്കണമായിരുന്നു. ഏതെങ്കിലും ഒരു ഗുണ്ടാ ശക്തികൾക്കോ അതല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകാതെ ആ രീതിയിൽ മുന്നോട്ട് വരണമെന്ന് തന്നെയായിരുന്നു നമ്മുടെ ആഗ്രഹം. എന്തായാലും ഇപ്പോൾ യുവാക്കൾ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ജസ്റ്റിസ് ഫോർ സൗജന്യ എന്ന മുദ്രാവാക്യം ഉയർത്തി മുന്നോട്ട് വരുന്ന കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നു. ഇതിൽ സത്യം പുറത്തു വരണം. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ കുറ്റവാളികൾ ആരായാലും തന്നെ, എത്ര ഉന്നതരായാലും അവരെല്ലാം നിയമത്തിന് മുന്നിൽ വരണം. അത് തന്നെയാണ് നിരന്തരം വർഷങ്ങളായി ഇവർ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇതിൽ നടപടി വേണ്ടത് പോലീസിന്റെ ഭാഗത്താണ്. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടിയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ശുചീകരണ തൊഴിലാളിയിൽ ഏക സാക്ഷിയാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും ജീവന് അപായം സംഭവിച്ചാൽ ഇതെല്ലാം ഇവിടെ കുഴിച്ചുമൂടപ്പെടും, ഒരു സത്യം പോലും പുറത്തു വരാതിരിക്കും. അത് ഇവർ ഭയന്നിരുന്നു. അദ്ദേഹത്തിന് ഈ ആക്ഷൻ കമ്മിറ്റിയും അഭിഭാഷകരുമാണ് ഇപ്പോഴും സുരക്ഷ ഒരുക്കി കൊടുക്കുന്നത്. ഏതായാലും അദ്ദേഹത്തെ പ്രത്യേക സംഘത്തിന് അദ്ദേഹത്തെ കൈമാറും. അദ്ദേഹത്തിന്റെ വിവരങ്ങൾ കൂടുതൽ അദ്ദേഹത്തിന് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുമെന്ന് തന്നെയാണ് ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റി പറഞ്ഞിട്ടുള്ളത്. നേരത്തെ ധർമ്മസ്ഥല പോലീസ് പലതവണ ആവശ്യപ്പെട്ടിരുന്നു അദ്ദേഹത്തെ ഹാജരാക്കാൻ. പക്ഷേ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് ജീവൻ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ് പ്രധാനമായും ഈ സാക്ഷിയെ അത്തരത്തിൽ വിട്ടുകൊടുക്കാറുന്നത്. നിലവിൽ DGP തലത്തിലുള്ള ഒരു അന്വേഷണം ഇവർ തുടക്കത്തിൽ ആവശ്യപ്പെട്ടായിരുന്നു. അതിൽ എന്തെങ്കിലും ഒരു നടപടി നേരത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട് കർണാടക വനിതാ കമ്മീഷനാണ് ഇക്കാര്യം ശക്തമായി ഉന്നയിച്ചതും പിന്നീട് മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് അതാണ് ന്യൂസ് 18 തുടർച്ചയായി നൽകിയ വാർത്തയുടെ ഫലം കൂടിയാണ്. ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു എന്നുള്ളത് നമ്മുടെ പോലീസ് സംവിധാനങ്ങളെ, നീതിന്യായ സംവിധാനങ്ങളെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട്, സ്വാധീനിച്ചുകൊണ്ട് ഏക്കർ കണക്കിന് വ്യാപിച്ചു കിടക്കുന്ന ഒരു ഭൂപ്രദേശത്ത് മറ്റൊരു സമാന്തരമായ ഭരണ സംവിധാനങ്ങൾ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ, ആ സംവിധാനങ്ങൾ നീതി നിഷേധം നടത്തിയിരുന്നുവെങ്കിൽ, അവിടെ പതിറ്റാണ്ടുകളായി പോരാടുന്നവർക്ക് നീതി ലഭിക്കേണ്ടത് അനിവാര്യതയാണ്. ആ അനിവാര്യതയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വാർത്താ പരമ്പര പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അതിന് വലിയ ഫലം ഉണ്ടാകുന്നു എന്നുള്ളതായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു എന്നത്. ആ അന്വേഷണ സംഘത്തിൽ നിന്ന് ഉദ്യോഗസ്ഥർ പിന്മാറുന്നുണ്ടാകാം, പക്ഷേ ആ അന്വേഷണ സംഘത്തിലേക്ക് മറ്റുദ്യോഗസ്ഥർ എത്തുക തന്നെ ചെയ്യും. അവർ അന്വേഷണവുമായി മുന്നോട്ട് പോകും. എല്ലാം തെളിയിക്കപ്പെട്ടിട്ടില്ല എങ്കിലും, തെളിയിക്കപ്പെടണം എന്നില്ല എങ്കിലും, അവിടെ നടന്നിട്ടുള്ള അനീതികളിൽ കുറച്ചെങ്കിലും തെളിയിക്കപ്പെടണം. അവരെ നിയമത്തിന് മുന്നിലേക്ക് എത്തിക്കാനും സാധിക്കണം. വാർത്തയുടെ വിശദാംശങ്ങളാണ് KB ബൈജു നൽകിയത്. ഇടവേള. സ്പോട്ട് ലൈവ് മറ്റൊരു റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത്. ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം സ്വദേശിനി അതുല്യയുടെ മരണത്തിൽ നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് കുടുംബം. ഭർത്താവ് സതീഷിനെതിരെ സംസ്ഥാനത്തെടുത്ത കേസ് പ്രത്യേക സംഘം അന്വേഷിക്കും. അതുല്യ വർഷങ്ങളായി ഭർത്താവ് സതീഷിൽ നിന്ന് കടുത്ത പീഡനം നേരിട്ടതായി അച്ഛൻ രാജശേഖരൻ പിള്ള ആരോപിച്ചു. സതീഷ് വിവാഹ ദിനം പോലും മദ്യപിച്ചാണ് എത്തിയത് എന്നും ഇദ്ദേഹം പറയുന്നു. അത് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഉള്ള സ്വാഭാവിക ഒരു പ്രതികരണം മാത്രമേ ഉള്ളത്. അല്ല, അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. എന്തെങ്കിലും പറയണ്ടേ? അല്ലാതിപ്പം ചെയ്തെന്ന് പറയാൻ പറ്റുമോ? അതിനുവേണ്ടി പറയുന്നതായിരിക്കും. അതിനകത്തൊന്നും കാര്യമുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ പറയുന്നത് പച്ചക്കള്ളമല്ലേ. അപ്പോൾ അവനോട് കല്യാണപ്പന്തലിൽ മദ്യവെച്ചിട്ട് കയറിയവനാണ്. എൻ്റെ മകളെ താലി കെട്ടാൻ നേരത്ത് മദ്യവെച്ചിട്ട് അവന് കതിർമണ്ഡപത്തിൽ കയറിയത്. പിന്നെ ഇനി അവൻ്റെ മദ്യപാനത്തെ പറ്റി പറയണം. ഇതൊരു സീരിയൽ പോലെ തുടർന്നുകൊണ്ടിരുന്നത് അവൻ്റെ ഈ മദ്യപാനവും ഉപദ്രവവും. ഇപ്പോൾ ഒരു പരിസമാപ്തി ആയെന്നുള്ളതേ ഉള്ളൂ.
തിരുത്താൻ എത്രയോ പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം. മാറ്റം വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. മനുഷ്യനല്ലേ, മാറാമല്ലോ. ഒരു ഘട്ടത്തിൽ മാറ്റം ഒന്നും ഉണ്ടായിട്ടല്ലോ. പറയുമ്പോഴൊക്കെ മാറുമെന്ന് പറയുന്നതല്ലാതെ ഒരിക്കലും മാറില്ല. ഞാൻ വിചാരിച്ച പെൺകുട്ടി വളർന്നു വരുമ്പോഴെങ്കിലും അവന് മാറ്റം വരുന്നു. അങ്ങനെയൊന്നും ഒരു അറ്റാച്ച്മെൻ്റ് അവനില്ല. പെൺകുട്ടിയെന്നോ ഭാര്യയെന്നോ അങ്ങനെ ഒരു ബന്ധത്തിനോട് ഒരു ആഴത്തിലുള്ള ഒരു ബന്ധം എന്താണെന്ന് പോലും അവന് അറിയത്തില്ല. അവൻ്റെ സംസാരം കേൾക്കുമ്പോൾ അറിയാമല്ലോ. അതുല്യയുടെ പോസ്റ്റ്മോർട്ടം ഇന്നാണ് നടക്കുന്നത്. ഭർത്താവ് സതീഷിന് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ട്. എസ് വിനീഷ് ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനീഷ്, ഈ സതീഷിനെ കുറിച്ച് അതുല്യയുടെ കുടുംബം എന്താണ് പറയുന്നത്? എത്രത്തോളം വലിയ പീഡനം ആണ് നേരിട്ടത് എന്നാണ് മനസ്സിലാക്കേണ്ടത്? അഭിലാഷ്, മാതാപിതാക്കളുടെ പരാതിയിൽ ഗാർഹിക പീഡനം, ശാരീരിക പീഡനം, സ്ത്രീധന പീഡനം എന്നിവ ചുമത്തിയായിരുന്നു കൊല്ലം ചവറ തെക്കുംഭാഗം പോലീസ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തത്. നമുക്കറിയാം, ഈ സംഭവം നടന്നത് ഷാർജയിലാണ്. അപ്പോൾ ലോക്കൽ പോലീസിന് ഈ കേസ് അന്വേഷിക്കുന്നതിൽ ചില പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് ഈ കേസ് 8-അംഗ സംഘം അന്വേഷിക്കാൻ ഉള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കരുനാഗപ്പള്ളി ASP അഞ്ജലി ഭാവനയുടെ നേതൃത്വത്തിൽ ആണ് ഈ ഒരു കേസ് ഒരു വിദഗ്ധ സംഘം അന്വേഷിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ തുടർ നടപടികൾ പോസ്റ്റ്മോർട്ടം, റീപോസ്റ്റ്മോർട്ടം അടക്കമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. നാട്ടിലേക്ക് മൃതശരീരം എത്തിക്കഴിഞ്ഞാൽ തുടർ നടപടികൾ ഉണ്ടാകും. എന്തായാലും ഗുരുതരമായിട്ടുള്ളൊരു ആരോപണമാണ് വീട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം ഷാർജയിൽ നിന്നും വാർത്തകൾ വന്നിരുന്നു. സതീഷ് കുടുംബത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്നതും അതുപോലെ സതീഷിന്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് വാർത്തകൾ വന്നതുമെല്ലാം പുറത്തു വന്നിരുന്നു. ഇതിന്റെ മറുപടിയായിട്ടാണ് ഇപ്പോൾ ഈ അതുല്യയുടെ പിതാവ് നമ്മളോടൊപ്പം പ്രതികരിച്ചത്. ഇയാൾ ഒരു തികഞ്ഞ മദ്യപാനിയാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സതീഷ് പറയുന്നതെല്ലാം ശുദ്ധ കള്ളമാണ്, ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്തതാണ്. സതീഷിന്റെ ക്രൂരമായ പീഡനത്തിലാണ് മകൾക്ക് ഇത്തരത്തിലുള്ള ദാരുണമായ അന്ത്യം സംഭവിച്ചത് എന്ന ഒരു നിലപാടിൽ തന്നെയാണ് കുടുംബം. കൃത്യമായ ഒരു അന്വേഷണമാണ് ഈ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ തെളിവുകൾ അടക്കമാണ് പോലീസിൽ കുടുംബം നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലടക്കം സതീഷ് ഈ അതുല്യയെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതെല്ലാം വലിയ ഡിജിറ്റൽ തെളിവുകളായിട്ട് തന്നെ കുടുംബം മുന്നോട്ട് വെക്കുന്നുമുണ്ട്. എന്തായാലും തുടർ നടപടികൾക്ക് ശേഷം മൃതശരീരം നാട്ടിലേക്ക് എത്തിക്കാനുള്ള വലിയ ഒരു തീവ്ര ശ്രമത്തിലാണ് കോൺസുലേറ്റിനടക്കം പരാതി നിൽക്കുന്നത്. ശരി വിനീഷ്, ഈ സൂചിപ്പിക്കുന്ന പോലെ നിയമ പോരാട്ടത്തിലേക്ക് കുടുംബം പോകുന്നുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം ആണ് ഈ കേസ് അന്വേഷിക്കാൻ പോകുന്നത്. അതായത് ഈ ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് കാണാം എങ്ങനെയായിരുന്നു സതീഷ് പെരുമാറിയിരുന്നത് എന്നതിൻ്റെ ചില സൂചനകളാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. അത് തന്നെ ഏറെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ കുടുംബത്തിന് ഇത്തരം കാര്യങ്ങൾ അറിയുമായിരുന്നില്ലേ എന്ന ചോദ്യം സമൂഹത്തിൻ്റെ പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. എന്തുകൊണ്ട് ഇത്രയും പീഡനം സഹിച്ച ആ പെൺകുട്ടിക്ക് അവിടെ തുടരേണ്ടി വന്നു എന്ന ചോദ്യവുമൊക്കെയുണ്ട്. അതിന് കുടുംബം കൃത്യമായ മറുപടി നൽകുന്നുണ്ടോ? അഭിലാഷ്, കുടുംബം നമ്മളോട് പറയുന്ന കാര്യം ഇത് ഇവരുടെ നിശ്ചയം കഴിഞ്ഞ ദിവസം മുതൽ ഇത്തരത്തിലുള്ള ചില പീഡനങ്ങൾ ഈ കുട്ടിക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഈ കുട്ടി മാനസികമായിട്ട് പീഡനങ്ങൾ ഏറ്റിട്ടുണ്ടെങ്കിലും ഈ സതീഷിനെ വലിയ രീതിയിൽ സ്നേഹിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു എന്ന് പറയുന്നത്. കാരണം സതീഷ് പിന്നീട് വന്ന് മാപ്പ് പറയുന്നു, ക്ഷമ പറയുന്നു. അങ്ങനെ ഇവരുമായിട്ട് വലിയ ഒരു സൗഹൃദത്തിലേക്ക് സതീഷ് പിന്നെ എത്തുന്നു. പിന്നെ സതീഷ് വലിയൊരു ലഹരിക്ക് അടിമപ്പെട്ട സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഈ പിതാവ് തന്നെ അല്പസമയം നമ്മളോട് പ്രതികരിച്ചത് കല്യാണ ദിവസം കതർ മണ്ഡപത്തിൽ സതീഷ് എത്തിയത് പോലും മദ്യലഹരിയിലായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് അഭിലാഷ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ആളോടൊപ്പമാണ് ഈ അതുല്യ താമസിക്കേണ്ടി വന്നത്. പക്ഷേ അതുല്യ എത്രത്തോളം സഹിക്കേണ്ടി വന്നു എന്നുള്ളത് നമുക്കതിൽ വ്യക്തമാണ്. അതുപോലെ തന്നെ ഇവർക്കൊരു കുഞ്ഞ് ജനിച്ചപ്പോൾ ഈ കുഞ്ഞിന്റെ തുടർ പഠനവും അതുപോലെ തന്നെ ഈ കുഞ്ഞ് വളരുന്നതൊന്നും ഇവരോടൊപ്പം ആയിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. കാരണം നാട്ടിൽ നിന്നാണ് ഈ കുഞ്ഞ് വളർന്നത്. ഈ സതീഷിന്റെ ഇത്തരത്തിലുള്ള ക്രൂര പീഡനം സഹിക്കുക വയ്യാതെ കുട്ടിയെ നാട്ടിൽ നിർത്തിയാണ് അവർ പഠിപ്പിച്ചത് പോലും. അതുപോലെ തന്നെ ഈ കുടുംബം മുന്നോട്ട് വെക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. എല്ലാ ദിവസവും ഈ കുട്ടിയെ യുവതി വിളിക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഹോംവർക്ക് ചെയ്യാനായിട്ട് ഉള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിളിക്കും, വീഡിയോ കോൾ ചെയ്യും. അതിൽ എല്ലാ ദിവസവും വിളിച്ചിട്ട് ഈ കുട്ടിയുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതൊക്കെ ഈ വീട്ടുകാർക്ക് ഒരുപാട് സംശയത്തിലേക്ക് എത്തുന്നു. കാരണം ഒരിക്കലും അതുല്യ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു സാധ്യത ഇല്ല എന്ന് തന്നെയാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത്. കുട്ടിയുമായിട്ടുള്ള ഒരു ബന്ധം വലുതായിരുന്നു. അതാണ് ബന്ധുക്കൾക്കും ചില സംശയം ഉണ്ടായിരിക്കുന്നത്. ഇത് ഒരു ആത്മഹത്യയല്ല എന്നൊരു നിഗമനത്തിലേക്ക്
നിലയ്ക്ക് പോലീസിനും ചില സൂചനകൾ കുടുംബം നൽകിയത്. അഭിലാഷ്, എന്തായാലും അതുല്യയുടെ മരണം അത് ഓരോ മലയാളികളും ഏറെ ദുഃഖത്തോടു കൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരു പതിറ്റാണ്ടോളം ആ പെൺകുട്ടി അങ്ങേയറ്റത്തെ ക്രൂരതയാണ് ഏറ്റുവാങ്ങിയത് എന്നുള്ളതാണ്. ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് അച്ഛൻ നടത്തുന്നത്. കല്യാണ ദിവസം എത്തിയത് മദ്യപിച്ചായിരുന്നു എന്നുള്ളതാണ്. അവിടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, ഇതാ ഞങ്ങളുടെ ടെലിവിഷൻ സ്ക്രീനിൻ്റെ താഴെ ഇന്ന് 3 മണിക്ക് പോകുന്ന ന്യൂസ് 3യുടെ ടിക്കർ കാണാം. അതിലെ വാചകം തന്നെ ഞങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്: മരിച്ച മകളേക്കാൾ നല്ലത് വിവാഹമോചിതയായ മകൾ തന്നെയാണ്. അങ്ങനെ നമ്മുടെ സമൂഹം മാറാൻ പ്രാപ്തരാകണം. അതായത് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു വിട്ടു എന്നതുകൊണ്ട്, മറ്റൊരു വീട്ടിലേക്ക് അയച്ചു എന്നതുകൊണ്ട് ഒരിക്കലും അവളുടെ വീടിൻ്റെ വാതിൽ അടച്ചിടുകയല്ല ചെയ്യേണ്ടത്. ഏത് നിമിഷവും തിരികെ വരാവുന്ന വീടായി വാതിൽ തുറന്നു തന്നെ ഉണ്ടാകണം. അല്ലായെങ്കിൽ നമുക്കിനിയും ഇത്തരത്തിൽ അനന്യമാരെ നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കും. ഒരു സ്ത്രീ വിവാഹമോചിതയായി എന്നാൽ അവരെ ആ കണ്ണുകളോടെയല്ല സമൂഹം കാണേണ്ടത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കേണ്ട സാഹചര്യം കൂടിയാണിത്. മേൽക്കൂര തകർന്നു വീണ ആലപ്പുഴ കാർത്തികപ്പള്ളി UP സ്കൂളിൽ സംഘർഷം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും CPIM പ്രവർത്തകരും സ്കൂൾ മുറ്റത്ത് ഏറ്റുമുട്ടി. പുതിയ കെട്ടിടത്തിൽ ക്ലാസുകൾ തുടങ്ങിയെങ്കിലും മേൽക്കൂര തകർന്ന പഴയ കെട്ടിടം പൊളിച്ചു മാറ്റാത്തതിനെതിരെ പ്രതിഷേധവുമായി രക്ഷിതാക്കളും രംഗത്ത് വന്നു. ഇത്രയും മണിക്കൂർ അവിടെ ഉണ്ടായിരുന്നു. നമ്മളോട് ഞങ്ങളൊരു പാർട്ടിയല്ല, വ്യക്തിപരമായിട്ട് പറയുകയാണ്. ഇവരോട് കഴിക്കേണ്ട ഭക്ഷണമാണോ അവരവിടെ തട്ടിത്തെറിപ്പിച്ചേക്കുന്നത്? സ്കൂൾ ബേസ് ഇത് സംഭവിച്ചു ശരി തന്നെ, പക്ഷെ പഠിത്തം ബേസ് ഇത്രയും കുട്ടികളോട് വരണമെങ്കിൽ ഇവിടുത്തെ പഠിത്തം കൊള്ളാഞ്ഞിട്ടാ ഞങ്ങള് കുഞ്ഞുങ്ങൾ ഇവിടെ പഠിക്കുന്നത്. ഒത്തിരി ആൾക്കാരുണ്ട്, അവരെ കണ്ടിട്ട് ഞങ്ങൾ പിള്ളേരെ വിട്ട് ഇത്ര ആൾക്കാർ ഇടിച്ചു കയറിയിട്ട് ഒരു പോലീസുകാർ പോലും 2-3 പോലീസുകാരേ ഉള്ളൂ. ഈ ബ്ലഡ് കണ്ടു കഴിഞ്ഞാൽ തലയിറങ്ങി വീഴുന്ന പിള്ളേരാ. 2 പിള്ളേർ എന്റെ മേളിൽ പഠിക്കുന്നുണ്ട്. അവരെ കണ്ട ഞാൻ രാവിലെ പോയിട്ട് ഇവിടെ തമ്പടിച്ച് നിൽക്കുക. എന്തുവാണെങ്കിലും ഇന്ന് ഇത്രയും നല്ല കെട്ടിടങ്ങൾ കിടക്കുന്നത് അവർക്ക് അവിടെ ഈ ക്ലാസ് റൂം എങ്ങനെ തുറന്നു ഒറ്റ രാത്രി കൊണ്ട് ചെടിയും സാമാനങ്ങളും എല്ലാം വെക്കുന്നത്. ആ സ്കൂളിന്റെ മെയിൻ്റെനൻസ് ആ ഫ്രണ്ട് തന്നെയാണ് പൊളിഞ്ഞു വീണേക്കുന്നത്. അത് നോക്കണ്ടേ? അതാദ്യം അത് നിങ്ങൾ നോക്കണം. അതുകൊണ്ട് കൊണ്ടുപോകാം, നമ്മളും പേടിച്ചിട്ടാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് ശരണ്യ സ്നേഹജനാണ്. ശരണ്യ, എന്തായിരുന്നു ഇന്ന് ഈ സ്കൂളിൽ സംഭവിച്ചത്? എന്താണ് പ്രതിഷേധക്കാരുടെ ആരോപണങ്ങൾ? അഭിലാഷ്, ഇന്നലെ രാവിലെയോടെയാണ് കാർത്തികപ്പള്ളി ഗവൺമെന്റ് LP സ്കൂളിന്റെ മുൻഭാഗത്തെ കെട്ടിടം തകർന്നു വീണത്. കെട്ടിടത്തിന്റെ മേൽക്കൂരയും കഴുക്കോലുകളും അടങ്ങിയ ഭാഗമാണ്, അതിന്റെ പട്ടിക ഉൾപ്പെടെയുള്ള ഭാഗങ്ങളാണ് തകർന്ന് താഴത്തേക്ക് വീഴുകയും ഓടുകൾ താഴത്തോട്ട് വീഴുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇന്നലെ ഈ സ്കൂൾ അവധിയായിരുന്നത് കൊണ്ട് തന്നെ വലിയ അപകടങ്ങളൊന്നുമില്ലാതെ ഈ സംഭവം നടന്നു. പക്ഷേ ആളുകളുടെ പ്രതിഷേധം വലിയ തോതിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം തേവലക്കരയിൽ മിഥുന്റെ സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെ ആത്മരോഷം നിലനിൽക്കുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു സംഭവം, ചെറിയ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂൾ കെട്ടിടത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. മാത്രമല്ല സ്കൂളിന്റെ ഹെഡ് മിസ്ട്രസ് പറഞ്ഞത് ഈ കെട്ടിടത്തിൽ സ്കൂളിന്റെ പ്രവർത്തനം ഇല്ലായിരുന്നു എന്നും അവിടെ പുതിയ കെട്ടിടത്തിലാണ് കുട്ടികൾ ഉണ്ടായിരുന്നത് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം പിന്നീട് കളവാണ് എന്ന് ബോധ്യപ്പെട്ടു. അതായത് 4ാം ക്ലാസിന്റെ വിവിധ ഡിവിഷനുകൾ പ്രവർത്തിച്ചിരുന്നത് ഈ ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടത്തിലാണ് എന്നുള്ളതാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതോടുകൂടി ഇതിന്റെ വലിയ ശക്തമായ പ്രതിഷേധം ഉണ്ടാവുകയായിരുന്നു. ഇന്ന് രാവിലെയോടുകൂടി ജില്ലാ കളക്ടറൊക്കെ ഇടപെട്ടുകൊണ്ട് അവിടെ കെട്ടിയ പുതിയ ബിൽഡിംഗിലേക്ക് ഈ കുട്ടികളെ മാറ്റി അതിന് വൈദ്യുതി കണക്ഷൻ അടക്കം സ്ഥാപിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് കുട്ടികളെ മാറ്റാതിരുന്നത് എന്നുള്ളതാണ് സ്കൂൾ അധികൃതർ വ്യക്തമാക്കുന്നത്. പക്ഷേ രാവിലെ ഈ പ്രതിഷേധവുമായി ആദ്യം BJP പ്രവർത്തകർ എത്തി. രക്ഷകർത്താക്കളും ഉൾപ്പെടെയുള്ള ആളുകളുമൊക്കെ ഈ കുട്ടികളെ ആക്കുന്നതിനായി വന്നിരുന്നു. ഇന്ന് വിവിധ രാഷ്ട്രീയ സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധം ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ഈ സംഭവം നടന്നതിന് ശേഷം രാവിലെ എത്തിയ രക്ഷകർത്താക്കൾ പലരായി ചേരിതിരിഞ്ഞ് നിന്ന് തർക്കിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി.
കാരണം ചിലർ ഈ സ്കൂൾ കെട്ടിടം വീണതിൽ വലിയ അതൃപ്തി പ്രകടിപ്പിക്കുകയും മറ്റു ചിലർ സ്കൂളിന്റെ അധ്യയനം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ മികച്ച സ്കൂളാണ് എന്നുള്ള അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തു. അത് ശരിയാണ്. 1600ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു സർക്കാർ സ്കൂളാണ്. 60 കുട്ടികളിൽ നിന്നും ഇത്രയധികം വലിയൊരു കഴിഞ്ഞ 2-3 വർഷത്തിനുള്ളിൽ തന്നെ ഇത്രയധികം വലിയൊരു മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞ സ്കൂളാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ കുട്ടികൾ ഉള്ള ഒരു കോമ്പൗണ്ടിനകത്ത് സുരക്ഷിതമാണോ? ചെറിയ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. LKG തൊട്ടുള്ള ക്ലാസുകൾ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ സുരക്ഷിതമാണോ എന്നുള്ള ആക്ഷേപം വന്നു. BJP-ക്കാർ പ്രതിഷേധവുമായി വന്നു. ഈ ഘട്ടത്തിൽ ഒക്കെ തന്നെയും ഈ സ്കൂളിന്റെ PTOയുടെ ചുമതലയുള്ള വാർഡ് മെമ്പർ കൂടിയായ CPM വാർഡ് മെമ്പർ കൂടിയായ നിബുവിന്റെ നേതൃത്വത്തിൽ മാധ്യമപ്രവർത്തകരോടക്കം ആദ്യം രാവിലെ ഇവർ തട്ടിക്കയറി പുറത്തേക്കിറങ്ങണം. നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ എത്തിയത് അവിടെ സ്കൂൾ കുട്ടികളെ പുതിയ സ്കൂളിലേക്കും ക്ലാസ്സുകളിലേക്ക് മാറ്റുന്ന ദൃശ്യങ്ങൾ എടുത്തപ്പോൾ മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറി. പിന്നീട് വലിയ പ്രതിഷേധമാണ് അവിടെ ഉണ്ടായത്. മാധ്യമപ്രവർത്തകരെ ആദ്യം ഇറക്കി ഇവർ ഗേറ്റ് പൂട്ടി, പോലീസ് കോമ്പൗണ്ട് അടച്ചു. എന്നാൽ പിന്നീട് BJP-യുടെ പ്രതിഷേധവും CPM-ന്റെ പ്രതിഷേധവും നടന്നു. CPM രമേശ് ചെന്നിത്തലയുടെ കോലം കത്തിച്ചു. കാരണം ഹരിപ്പാട് മണ്ഡലമാണ്. രമേശ് ചെന്നിത്തലയുടെ കോലം കത്തിക്കുകയും ചെയ്തു. പിന്നീട് വന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. സ്കൂൾ കോമ്പൗണ്ടിനകത്തേക്ക് തള്ളിക്കയറിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നേരത്തെ പറഞ്ഞ വാർഡ് മെമ്പർ നിബുവിന്റെ നേതൃത്വത്തിലുള്ള CPM പ്രവർത്തകർ പ്രകോപനപരമായി വെല്ലുവിളിച്ചതോടെ ഇരു കൂട്ടരും തമ്മിലടിക്കുകയായിരുന്നു. ഈ കൊച്ചു കുട്ടികളുടെ മുമ്പിലാണ് ഈ രാഷ്ട്രീയ പാർട്ടികളിലെ പ്രവർത്തകർ തമ്മിലടിക്കുകയും അവിടെ ഭക്ഷണത്തിന് വേണ്ടി വെച്ചിരുന്ന പാത്രങ്ങളടക്കം എടുത്തെറിയുകയും ചെയ്തത്. മാധ്യമപ്രവർത്തകർക്കടക്കം ഈ സംഭവത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. കുട്ടികളുടെ രക്ഷകർത്താക്കളുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അഭിലാഷ്, എന്തായാലും ആളുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു, അതൊക്കെ ശരിയാണ്. പക്ഷേ പഴയ കെട്ടിടമാണ് എങ്കിൽ പോലും ഒരു സ്കൂൾ കോമ്പൗണ്ടിനകത്താണ് ഈ കെട്ടിടം തകർന്നു വീണത് എന്നത് നിസ്സാരമായി കാണാൻ സാധിക്കില്ല. അവധി ദിവസമായിരുന്നു. ഒരു പക്ഷേ ഈ പഴയ കെട്ടിടത്തിന്റെ ഭാഗത്തേക്ക് കുട്ടികൾ പോകാറുണ്ടോ, അവിടെ കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നോ എന്നതിനൊന്നും വ്യക്തതയില്ല. പക്ഷേ സാധാരണ ഒരു സ്കൂൾ കോമ്പൗണ്ടിലെ എല്ലാ ഭാഗത്തും കുട്ടികൾ ഓടിച്ചാടി കളിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു സമയത്തായിരുന്നു ഈ അപകടമുണ്ടായിരുന്നത് എങ്കിൽ വീണ്ടും വലിയ ദുഃഖത്തിൻ്റെ വാർത്തകൾ തന്നെയായിരുന്നു നമുക്ക് പങ്കുവെക്കേണ്ടതായി വരുന്നത്. എന്തായാലും ഇനിയെങ്കിലും സ്കൂൾ കെട്ടിടങ്ങൾ സുരക്ഷിതമാണോ എന്നത് ഓരോ സ്കൂൾ അധികൃതരും ഉറപ്പാക്കട്ടെ. നിമിഷപ്രിയയുടെ മോചനത്തിനായി എന്ന പേരിൽ പണം പിരിച്ച മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോമിനെതിരെ കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരൻ ഫത്ത അബ്ദുൾ മഹദി. സാമുവൽ ജെറോം അഭിഭാഷകനല്ലേ എന്നും മധ്യസ്ഥയുടെ പേരിൽ പണം പിരിക്കുകയാണ് എന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. മധ്യസ്ഥതയ്ക്കായി ഒരിക്കലും സാമുവൽ ജെറോം തങ്ങളെ കണ്ടിട്ടില്ല എന്നും മഹദി വ്യക്തമാക്കി. അതേസമയം യമനിലെ പ്രതിനിധികളുമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ആശയവിനിമയം തുടരുന്നുണ്ട്. തലാലിൻ്റെ കുടുംബവുമായി ചർച്ച നടത്തുന്ന പ്രതിനിധികളുമായാണ് ആശയവിനിമയം നടത്തിയത്. കാന്തപുരത്തിൻ്റെ ഇടപെടൽ ഫലപ്രദമാണ് എന്ന് മർക്കസിൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ചാണ്ടി ഉമ്മൻ MLA പ്രതികരിക്കുകയും ചെയ്തു. നിമിഷപ്രിയയുടെ മോചന ശ്രമം ആശാവഹമെന്നും തെറ്റിദ്ധാരണ ആരും ഉണ്ടാക്കരുത് എന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയ ഒരു ധാർമ്മികമായും മാനുഷികമായിട്ടുള്ളൊരു പ്രവർത്തനം ഇതിനകത്തുണ്ടായിട്ടുണ്ട്. ഇതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ ആ ധാർമ്മികമായ പിന്തുണയ്ക്ക് നന്ദി പറയുവാൻ എനിക്കൊരു ബാധ്യതയുണ്ട്. എല്ലാവരുമായി ചേർന്ന് കോർഡിനേറ്റ് ചെയ്യുവാൻ പ്രിയപ്പെട്ട ഉസ്താദിന് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്ക് ഒരുമിച്ച് ആ മോചനത്തിനായി ഇതിന് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യമുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം നിമിഷപ്രിയയുടെ മോചനം, നിമിഷപ്രിയയുടെ തിരിച്ചുവരവ്. അതിന് നമ്മൾ ഒരു സമൂഹമായി ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കണം. ആ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കും എന്നുള്ളത്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ് കുമാർ, ഈ പറയുന്നത് പോലെ തലാലിൻ്റെ കുടുംബത്തിൻ്റെ പ്രതികരണങ്ങളുണ്ട് സാമുവൽ ജെറോമുമായി ബന്ധപ്പെട്ട. പക്ഷേ ഈ 16-ാം തീയതി നടക്കേണ്ടിയിരുന്ന വധശിക്ഷ മാറ്റിവെച്ചു എന്നത് വലിയ ശുഭപ്രതീക്ഷയാണല്ലോ നൽകുന്നത്. കാന്തപുരത്തിൻ്റെ ഇടപെടൽ തുടരുകയും മതപണ്ഡിതരുമായുള്ള ചർച്ചകൾ തുടരുകയും ഒക്കെ ചെയ്യുമ്പോൾ മോചനം സാധ്യമാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണോ ഇപ്പോൾ കാന്തപുരവും ഒക്കെ ഉള്ളത്? തീർച്ചയായും അങ്ങനൊരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും കാന്തപുരത്തിനുള്ളത്. അദ്ദേഹത്തെ കണ്ട് ചാണ്ടി ഉമ്മൻ വിശദമായി ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഒപ്പം യമനിൽ ഈ ചർച്ചകൾ, ഈ ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന ആളുകളുമായി നേരിട്ട് അദ്ദേഹം ഓൺലൈനിൽ കൂടെ നേരിട്ട് കണ്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആശാവഹമായ പുരോഗതി ഇക്കാര്യത്തിൽ ഉണ്ടാവുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഈ ചർച്ചകളുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പുറത്തുവിടുമ്പോൾ അത് മറ്റ് പല രീതിയിലും യമനിൽ ചിത്രീകരിക്കപ്പെടുന്നു എന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു.
ഇപ്പോഴും കേരളത്തിൽ വലിയ ആഘാതത്തിലാണ്. ഈ വധശിക്ഷ മാറ്റിയതിനടക്കം ആഘോഷം നടക്കുന്നു എന്ന രീതിയിലൊക്കെയുള്ള വ്യാഖ്യാനം പലപ്പോഴും യമനിലേക്ക് ചെല്ലുന്നു. അത് ഈ കുടുംബത്തെ, അതായത് തലാലിൻ്റെ കുടുംബത്തെ അങ്ങേയറ്റം രോഷാകുലരാക്കുന്ന ഒരു സാഹചര്യം. പ്രത്യേകിച്ചും സഹോദരൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ നമ്മൾ കാണുന്നുണ്ട് ഈ തീരുമാനത്തോട് ഒട്ടും യോജിക്കാത്ത തരത്തിൽ തൻ്റെ സഹോദരനെ വധിച്ച കുറ്റവാളിക്ക് വധശിക്ഷ തന്നെ നൽകണമെന്ന ഒറ്റ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം. നേരത്തെ കുടുംബത്തിലെ മറ്റു ചിലർ കൂടി ഈ നിലപാടുണ്ടായിരുന്നുവെങ്കിലും ആ നിലപാടിലേക്ക് ഒരു അയവ് വരുത്താൻ നടന്ന ചർച്ചകൾക്കൊക്കെ കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും സഹോദരൻ അയവില്ലാത്ത ഒരു നിലപാട് തന്നെ സ്വീകരിക്കുന്നു. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ, ചർച്ചയുടെ കൂടുതൽ പൊരുളുകൾ ഒക്കെ പുറത്തേക്ക് വിടേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് കാന്തപുരമൊക്കെ എത്തിയിട്ടുണ്ട്. ഒപ്പം പലതരത്തിൽ നടക്കുന്ന ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിലും മറ്റും പരസ്പരം പോരടിച്ച് ഓരോ വിഭാഗത്തിലും, അതായത് ചർച്ചയിൽ പങ്കെടുത്ത ഒരു കൂട്ടരെ പുകഴ്ത്തി ഒരു വിഭാഗം പോസ്റ്റിടും, അല്ലെങ്കിൽ മറുവിഭാഗത്ത് തള്ളി പറഞ്ഞുകൊണ്ട് പോസ്റ്റിടും. ഈ ആക്ഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്ന വിമർശനങ്ങൾ, ഇതൊക്കെ ഈ മോചന പ്രവർത്തനങ്ങളെ അങ്ങേയറ്റം ദോഷകരമായി ബാധിക്കും എന്നൊരു വിലയിരുത്തൽ തന്നെയാണ്. അതുകൊണ്ട് കൃത്യമായ ഒരു സംയമനം ഇക്കാര്യത്തിൽ പാലിക്കണം എന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ഇതിനിടെയാണ് ഇപ്പോൾ തലാലിന്റെ സഹോദരൻ ഈ സാമുൽ ജെറോൺ മനുഷ്യാവകാശ പ്രവർത്തകനായി ഈ നിമിഷം എന്തായാലും കാന്തപുരത്തിന്റെ നേതൃത്വത്തിലുള്ള ചർച്ചകൾ തുടരുന്നു എന്നത് ആശാവഹമാണ്. സ്പോട്ട് ലൈവ് അവസാനിപ്പിക്കേണ്ട സമയമാകുമ്പോഴും പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാനുള്ളത് ഇനിയും അനന്യമാർ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകാതിരിക്കേണ്ടതുണ്ട്. അതിന് വളരെ കൃത്യമായി മരിക്കുന്ന മകളേക്കാൾ വിവാഹമോചിതയാകുന്ന മകൾ തന്നെയാണ് നല്ലത്. എൻ്റെ മകൾ വിവാഹമോചിതയാണ് എന്ന് ഒരു അപമാനവും ഉണ്ടാകാതെ തന്നെ പറയാൻ പറ്റുന്ന കുടുംബങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ടാകണം. അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ന്യൂസ് 3 ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് 3യിൽ ഭവ്യ പാർവതി ചേരും. നമസ്കാരം.